അപ്പോൾ എർത്തിങ്ങിന് സോളാർ മേഖലയിൽ വളരെയധികം പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനേക ആളുടെ ഇൻവെർട്ടറുകൾ ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അത് മുഖാന്തരം അവർ റീപ്ലേസ് ചെയ്യാൻ കമ്പനി ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഡീലേഴ്സ് അഭിമുഖീകരിക്കുന്നു. അതുകൊണ്ട് നല്ലൊരു പ്രോപ്പർ എർത്തിങ് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ളത് സോളാർ ടെക്നീഷ്യന്മാർക്ക് പലർക്കും നല്ലൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് വീണ്ടും ഒന്നുകൂടെ അറേഞ്ച് ചെയ്തിരുന്നത്. ഇത് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് മിസ്റ്റർ സഞ്ജിത് മോഹനാണ്. അദ്ദേഹം എക്സൽ എർത്തിങ്ങിന്റെ പ്രോജക്ട് മാനേജറാണ്. ഒരു 3.5 വർഷം അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന് ഊഷ്മളമായി നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാനൊന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യാം. മിസ്റ്റർ സഞ്ജിത്, വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മിസ്റ്റർ ജിയോ ആണ്. അദ്ദേഹവും അനേക വർഷത്തെ ഈ എർത്തിങ്ങിന്റെ കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. മിസ്റ്റർ ജിയോ ഈ സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് 3:30 തൊട്ട് 4:30 വരെയാണ് നമ്മൾ ഈ സെഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എർത്തിങ്ങിനോട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പോലെ സോളാറിനെ സംബന്ധിച്ചുള്ള ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും അത് ആൻസർ പ്രൊവൈഡ് ചെയ്യും. അതിൽ മിസ്റ്റർ അരുൺ ഇലക്ട്രിക് എനർജി, അതുപോലെ രാഹുൽ റിം സോളാർ, അതുപോലെ മിസ്റ്റർ ബെന്നി, അവർ 3 പേരും നമുക്ക് അതിൻ്റെ ഉള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആദ്യം തന്നെ മിസ്റ്റർ സഞ്ജിത് മോഹൻ ക്ഷണിക്കാം. സെൽഫായിട്ട് അവരുടെ കമ്പനിയെ കുറിച്ച് അവരെ കുറിച്ചൊന്ന് നമുക്കൊന്ന് അറിയാം, അവരിൽ നിന്ന് തന്നെ അറിയാം. വെൽക്കം. താങ്ക് യു വെരി മച്ച് സർ. ഇന്നിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ എക്സൽ എർത്തിങ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിലും അതേപോലെ എൻ്റെ പേരിലും ഞാൻ ആദ്യമായി നന്ദി പറയാണ്. സോ ഞങ്ങൾ ഇലക്ട്രിക്കൽ എർത്തിങ് അതേപോലെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കേരളത്തിൽ തന്നെ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഓൾ ഓവർ ഇന്ത്യ എന്നുള്ള രീതിയിലും അതേപോലെ സൗത്ത് ഇന്ത്യ എന്നുള്ള രീതിയിലും വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കൂടി ഞങ്ങളുടെ കമ്പനിക്കുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എർത്തിങ്ങിലും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൈൻഡ്ലി എല്ലാവരും പ്ലീസ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ പ്ലീസ്. ഓക്കെ, എൻ്റെ പേര് സഞ്ജിത് എന്നാണ്. ഞാനിവിടെ എക്സൽ എർത്തിങ്സിലെ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ കൂടെ ജിയോ ഉണ്ട്. ജിയോയുടെ എക്സൽ എർത്തിങ്സിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ജിയോ കൂടെ ഒന്ന് സെൽഫായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ജിയോ, വെൽക്കം. ഹായ്. ആക്ച്വലി നമ്മളിപ്പോൾ ബേസിക്കലി ഇലക്ട്രിക്കൽ എർത്തിങ് ആൻഡ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഡിവൈസിലെ മാനുഫാക്ചറേഴ്സ് ആണ്. നമ്മൾ മാനുഫാക്ചറിംഗ് ഒരു പറഞ്ഞ പോലെ തന്നെ 15 years ആയി നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. നമ്മൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എർത്തിങ് കോമ്പൗണ്ട്സ് എന്നുള്ള രീതിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിന് പുറമെ ഇപ്പം നമ്മൾ കോപ്പർ ബോണ്ടഡ് റോഡ്സ്, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എർത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫുൾ ആക്സസറീസ് ആണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഡിസൈൻസും ബാക്കിയുള്ള എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ സഞ്ജിത്, സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എർത്തിങ് ആൻഡ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഫോർ സോളാർ ഇൻസ്റ്റലേഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തിനു വേണ്ടിയിട്ടാണ്, വൈ വി ആർ യൂസിങ് ഇലക്ട്രിക്കൽ എർത്തിങ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ എർത്തിങ് ചെയ്യുന്നത്. വി ക്യാൻ സി 2 രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് വിത്ത് പ്രോപ്പർ എർത്തിങ്ങും അതേപോലെ വിത്തൗട്ട് പ്രോപ്പർ എർത്തിങ് എന്നുള്ള രീതിയിൽ. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന മെറ്റാലിക് ബോഡീസ് ഉള്ള ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ്, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അയൺ ബോക്സ്. സപ്പോസ് അയൺ ബോക്സിൽ വരുന്ന വയർ, ഇലക്ട്രിക്കൽ
ഫേസ് വയറിൽ സംതിങ് എന്തെങ്കിലും റീസൺ കാരണം അതിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റാലിക് ബോഡിയിലോട്ടേക്ക് അത് ഫേസ് വയർ നമ്മൾ കണക്ഷൻ ഉണ്ടെങ്കിൽ സപ്പോസ് നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമ്മൾ അതിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് കൂടിയാണ് കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നത്. സോ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ലോ റെസിസ്റ്റീവ് പാത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇലക്ട്രിക്കൽ എർത്തിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 ഡയഗ്രം ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. 1 എന്ന് പറയുന്നത് പ്രോപ്പർ എർത്തിങ്, അതായത് നമ്മളിവിടെ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡീനെ ബൈപ്പാസ് ചെയ്ത് അവിടെ ലോ റെസിസ്റ്റീവ് പാത്ത് ത്രൂ എർത്തിലോട്ടേക്ക് നമുക്ക് കിട്ടുകയാണ്. സപ്പോസ് നമ്മളവിടെ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്തില്ല എന്നാണെങ്കിൽ നമ്മളെ ബോഡിയിലേക്ക് കൂടിയാണ് ആ ഫോൾട്ട് കറണ്ട് എർത്തിലോട്ടേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത്. സോ വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്. സോ ബേസിക്കലി ഇലക്ട്രിക്കൽ എർത്തിങ് ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫോർ സേഫ്റ്റി, രണ്ടാമത്തെ എന്ന് പറയുന്നത് പവർ ക്വാളിറ്റി ആണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യലൈസേഷൻ ആണ്, നാലാമത്തെ എന്ന് പറയുന്നത് ഡിസിപ്പേഷൻ ഓഫ് ലൈറ്റ്നിങ് കറന്റ് ആണ്, അഞ്ചാമത്തെ എന്ന് പറയുന്ന സിസ്റ്റം വോൾട്ടേജ് റെഫറൻസ് ആണ്. നമ്മൾ ഫംഗ്ഷണൽ എർത്തിങ് എന്നൊക്കെ പറയുന്ന പോലെ ന്യൂട്രലുമായിട്ട് ഒരു വോൾട്ടേജ് റെഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ തന്നെ മേജർ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സേഫ്റ്റി ആണ്, അതേപോലെ പവർ ക്വാളിറ്റി ആണ്. നമ്മൾ ഏതൊരു ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാളേഷന് വേണ്ടി ബിൽഡിംഗ് ആണെങ്കിലോ PV സിസ്റ്റം ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി ഒരുപാട് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും മേജർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനീഷ്യലി സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ സേഫ്റ്റി തന്നെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എർത്തിങ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. എർത്തിങ് ഓഫ് PV പ്ലാന്റ്സ്. ഈ PV പ്ലാന്റ്സ് എർത്ത് ചെയ്യും നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് സിസ്റ്റം നമ്മൾ എർത്ത് ചെയ്യുകയാണെങ്കിലും ഇറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു IS 3043. അതേപോലെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരമാണ് നമ്മളെല്ലാ എർത്തിങ്ങും നമ്മളിവിടെ ചെയ്യുന്നത്. IS 3043 ആണ് കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് എർത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം അതിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ എർത്ത് ചെയ്യേണ്ടത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. ഓക്കെ, ഇതിൽ തന്നെ PV സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കമ്പോണൻസ് ഉണ്ട്. അതായത് PV മോഡ്യൂൾസ് ഉണ്ട്. മോഡ്യൂൾസ് കൂടാതെ അതിനെ ഹാങ് ചെയ്ത് വെക്കുന്ന PV സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതേപോലെ അവിടെ വരുന്ന വേറെയും എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ എർത്തിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നത് IEC 60364-7 എന്ന് പറഞ്ഞിട്ട് സോളാർ PV ഇൻസ്റ്റലേഷൻ്റെ IEC സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ NFPA 780 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡും അതേപോലെ NEC 250 എന്ന് പറയുന്ന ഗ്രൗണ്ടിങ് വാട്ടിലേക്ക് വരുന്ന സ്റ്റാൻഡേർഡുകളിലോ ആണ് ഈ PV സിസ്റ്റത്തിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എർത്തിങ് എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ 1 kW അല്ലെങ്കിൽ 2 kW അല്ലെങ്കിൽ 3 kW 5 kW 10 kW ആ രീതിയിൽ നമ്മൾ PV സിസ്റ്റത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് പാനൽസ് അനുസരിച്ച് നമ്മൾ എറേ അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ അതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഓരോ സ്ട്രിങ്ങും അല്ലെങ്കിൽ ഓരോ എറയും നമ്മൾ എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കണം. അതേപോലെ ഗ്രൗണ്ടിങ്ങിൻ്റെ എല്ലാ സൈഡും മെക്കാനിക്കലി അതേപോലെ ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിരിക്കണം. PV സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, അവിടെ യൂസ് ചെയ്യുന്ന ACDB ബോക്സ്, DCDB ബോക്സ്, അതേപോലെ അവിടെ യൂസ് ചെയ്യുന്ന PV സ്ട്രക്ചേഴ്സ്, പാനൽസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ആസ് പെർ IS 3043 പ്രകാരം എർത്ത് ചെയ്തിരിക്കണം. അതേപോലെ അവിടെ വരുന്ന മെറ്റാലിക് കേസിങ്, നമ്മുടെ DB ബോക്സിന് മെറ്റാലിക് കേസിങ്, അതേപോലെ പാനലിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ തറവിലി നമ്മൾ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരം തന്നെ നമ്മൾ എർത്ത് ചെയ്തിരിക്കണം. അത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി CEA അതേപോലെ നമ്മളുടെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ 1956 പ്രകാരമാണ് നമ്മൾ ആ ബോഡി എർത്തിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അത് 3-phase സിസ്റ്റം ആണെങ്കിൽ അവിടെയുള്ള നോൺ കറണ്ട് ക്യാരിയിങ് മെറ്റാലിക് പാർട്സിന് നമ്മൾ മിനിമം 2 എർത്തിങ് എങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആസ് പെർ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ 1956. ദെൻ ഇപ്പം നമ്മൾ കേരളത്തിൽ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് KCBയുടെ സൗര എന്ന് പറയുന്ന പ്രൊജക്റ്റ്. അപ്പോൾ KCBയുടെ സൗര എന്ന് പറയുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് KCB തന്നെ ടെൻഡർ ഡോക്യുമെൻറ്റിലോട്ടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് ഞാൻ കുറച്ചിവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ മിനിമം 4 നമ്പേഴ്സ് ഓഫ് ഇന്റർ കണക്റ്റഡ് എർത്ത് പിറ്റ് ആണ് നമ്മൾ PV പ്ലാന്റ്സിന് വേണ്ടിയിട്ട് KCB റെക്കമെൻഡ് ചെയ്യുന്നത്. മിനിമം 4 നമ്പേഴ്സ്. അതിൽ തന്നെ ഈ 4 നമ്പർ എർത്ത് പിറ്റ് തമ്മിൽ
ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് വേണം. ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് പിറ്റിന്റെ ഒരു എർത്ത് പിറ്റിന്റെ ഡെപ്ത് എത്രയാണോ അതിന് 2 ടൈംസിന്റെ ഡെപ്ത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഒരു എർത്ത് പിറ്റ് നമ്മൾ അവിടെ ചെയ്യുന്നത്. യൂഷ്വലി 2 ടൈംസ് ഡെപ്ത് ആണ്, അല്ലെങ്കിൽ മിനിമം ഗ്രേറ്റർ ദാൻ 2 മീറ്റർ രീതിയിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എർത്ത് റെസിസ്റ്റൻസ് നമുക്ക് അവിടെ കിട്ടും. ദെൻ ഇൻവേർട്ടറിന്റെ ബോഡി എർത്തിങ്, അതേപോലെ പാനൽ, അതേപോലെ മോഡൽ മൗണ്ടിങ് സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ കൂടി ഇന്റർ കണക്ട് ചെയ്തിട്ടും എർത്തിങ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ PV സിസ്റ്റം ആണെങ്കിൽ, ഫോട്ടോവോൾട്ടൈക് സിസ്റ്റം ആണെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും 5 ohmsൽ താഴെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ദെൻ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എർത്ത് ചെയ്യുന്ന നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്തിരിക്കുന്ന എല്ലാ എർത്ത് റോഡുകളും, സപ്പോസ് റോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണെങ്കിലും താഴെ നമ്മൾ അതിനെ ഇന്റർ കണക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് കിട്ടുള്ളൂ. ദെൻ അപ് ടു 50 കിലോവാട്ട് പീക്ക് വരെയാണെങ്കിൽ മിനിമം 4 നമ്പേഴ്സ് ആണ് KCB റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൽ AC-ൽ 1, DC-ൽ 2, ലൈറ്റ്നിങ് അറസ്റ്ററിന് 1. എബവ് 50 കിലോവാട്ട് പീക്ക് ആണെങ്കിൽ അവിടെ KCB റെക്കമെൻഡ് ചെയ്യുന്ന AC സൈഡിൽ 2, DC സൈഡിൽ 2, അതേപോലെ ലൈറ്റ്നിങ് അറസ്റ്ററിന് 1 എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതൊക്കെ മിനിമം നമ്പർ ഓഫ് എർത്തിങ്സ് ആണ്. ഒരിക്കലും നമുക്ക് ഈ 50 കിലോവാട്ട് പീക്കിന് ലൈറ്റ്നിങ് അറസ്റ്ററിന് ഒരു എർത്ത് മതി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ലൈറ്റ്നിങ് അറസ്റ്റർ ഒക്കെ അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ റേഞ്ച് അനുസരിച്ചിട്ടാണ്, എത്ര ലൈറ്റ്നിങ് അറസ്റ്റർ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യുന്നത്. സോ ആ ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ എണ്ണം അനുസരിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന എർത്തിങ്ങിന്റെ എണ്ണം, എർത്തിങ്ങിന്റെ നമ്പേഴ്സ് അവിടെ ഇൻക്രീസ് ആവും. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മിനിമം ഒന്നെങ്കിലും വേണം എന്നുള്ള രീതിയിലാണ്. ദെൻ എർത്തിങ് കണ്ടക്ടർ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന PV അറേയുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിന്റെ 1.5 ടൈംസ് റേറ്റിംഗ് എങ്കിലും ഉള്ള എർത്തിങ് കണ്ടക്ടർ വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്പോസ് എർത്തിങ് കണ്ടക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ ആണെങ്കിൽ മിനിമം 16 mm² വേണം, അല്ലെങ്കിൽ സ്റ്റീൽ ആണെങ്കിലും മിനിമം 16 mm² വേണം, ഇഫ് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് കൊറോഷൻ. സപ്പോസ് കൊറോഷൻ ഇത് പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ കോപ്പറിന്റെ സൈസ് എന്ന് പറയുന്നത് മിനിമം 25 mm² വേണം. അതേപോലെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ബോണ്ടിങ് കണ്ടക്ടർ, പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ ആണെങ്കിൽ അതിന് മിനിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 6 mm, കോപ്പർ ആണെങ്കിൽ ലെസ് ദാൻ 6 mm² എന്നുള്ള രീതിയിലാണ്. അതേപോലെ സപ്പോസ് നമ്മുടെ ഫേസ് കണ്ടക്ടറിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറിന്റെ സൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു PV സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ആസ് പെർ KCB റെക്കമെൻഡേഷൻ പ്രകാരം മിനിമം 4 നമ്പേഴ്സ് ഓഫ് എർത്ത് പിറ്റ് വേണം. ആ 4 നമ്പേഴ്സ് ഓഫ് എർത്ത് പിറ്റ് പറയുന്നത് അപ് ടു 50 കിലോവാട്ട് പീക്കിൽ AC സൈഡിൽ 1, DC സൈഡിൽ 2, ലൈറ്റ്നിങ് അറസ്റ്ററിന് 1 എന്നുള്ള രീതിയിലാണ്. എബവ് 50 കിലോവാട്ട് പീക്ക് ആണെങ്കിൽ AC സൈഡിൽ 2, DC സൈഡിൽ 2, അതേപോലെ ലൈറ്റ്നിങ് അറസ്റ്ററിന് 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ KCB ഈ സോളാറിന്റെ എർത്തിങ്ങിന് വേണ്ടി മിനിമം റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ്, എത്ര ടൈപ്സ് ആണ് എർത്തിങ് ഉള്ളത്. ബേസിക്കലി നമ്മൾ IS 3043 പ്രകാരം പറയുകയാണെങ്കിൽ ബേസിക്കലി 3 ടൈപ്സ് ഓഫ് എർത്തിങ് ആണ്. ഒന്നെന്ന് പറയുന്നത് പൈപ്പ് അല്ലെങ്കിൽ റോഡ് എർത്തിങ് ആണ്, രണ്ടാമത്തെന്ന് പറയുന്നത് പ്ലേറ്റ് എർത്തിങ് ആണ്, മൂന്നാമത്തെന്ന് പറയുന്നത് സ്ട്രിപ്പ് എർത്തിങ് ആണ്. ഇതിൽ കോമൺ ആയിട്ട് മുന്നേ യൂസ് ചെയ്തിരുന്ന എർത്തിങ് ആണ് പ്ലേറ്റ് എർത്ത്. ദെൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് വരുന്ന മോഡേൺ എന്നുള്ള രീതിയിൽ വരുന്നതാണ് റോഡ് എർത്തിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന എന്നുള്ള രീതിയിൽ. അതിൽ തന്നെ ആസ് പെർ IS 3043 പ്രകാരം ഡിഫറെന്റ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. കോപ്പർ യൂസ് ചെയ്യാം, കോപ്പർ ബോണ്ട് മെറ്റീരിയൽ യൂസ് ചെയ്യാം, ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് മെറ്റീരിയൽ യൂസ് ചെയ്യാം, കാസ്റ്റ് അയൺ യൂസ് ചെയ്യാം, മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യാം. ഇതിന് ആസ് പെർ IS 3043 പ്രകാരം മിനിമം ഡയമെൻഷൻസ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സപ്പോസ് കോപ്പർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 600 mm × 600 mm × 3.15 mm ആണ് അതിന്റെ മിനിമം ഡയമെൻഷൻ. കോപ്പർ സ്ട്രിപ്പ് ആണെങ്കിൽ 20 mm × 3 mm ആണ് അതിന്റെ മിനിമം ഡയമെൻഷൻ. സപ്പോസ് കോപ്പർ ബോണ്ടഡ് റോഡ് ആണെങ്കിൽ അതിൽ പറയുന്ന മിനിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് 13 mm ഡൈ ആണ്. അതിന്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ ലെങ്ത് ആണ്. കോപ്പർ ബോണ്ടഡ് സ്ട്രിപ്പ് ആണെങ്കിൽ 25 mm × 3 mm എന്നുള്ള രീതിയിലാണ്. ഇതേ സ്ഥലത്ത് ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് പൈപ്പ് ആണെങ്കിൽ 40 mm ഡൈ ആണ്. അതിന് മിനിമം തിക്നെസ് എന്ന് പറയുന്ന 1.6 mm ആണ്. അതേപോലെ മിനിമം ലെങ്ത് എന്ന് പറയുന്ന 2.5 മീറ്റർ ലെങ്ത് ആണ്. അതേപോലെ കാസ്റ്റ് അയൺ പ്ലേറ്റ് ആണെങ്കിൽ 1200 × 1200 × 12.5 mm എന്നുള്ള രീതിയിലാണ് അതിന്റെ മിനിമം ഡയമെൻഷൻ പറയുന്നത്. ദെൻ
ഹൗ ആർ വി സെലക്ടിങ് ദിസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്? ഏത് മെറ്റീരിയൽ വേണം എന്ന് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിന് മേജർ ആയിട്ട് വരുന്ന 5-6 ഫാക്ടേഴ്സ് ആണ്. സോ ഒന്നാമത്തെ എന്ന് പറയുന്നത് അതിന്റെ ലൈഫ്, എത്രമാത്രം അതിനൊരു ലൈഫ് ഉണ്ടാവും. രണ്ടാമത്തെ എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ്, എത്രമാത്രം കോസ്റ്റ് എഫക്റ്റീവ് ആണ്, എത്രമാത്രം എക്കണോമിക്കൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന എർത്ത് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു എർത്ത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്, റെസിസ്റ്റൻസ് ടു എർത്ത്. നാലാമത്തെ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി ആണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് കറന്റ് ലോഡിംഗ് കപ്പാസിറ്റി ആണ്. ആറാമത്തെ എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ ആണ്. ഇതിൽ തന്നെ മെറ്റീരിയലിന്റെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് മേജർ ആയിട്ട് കൊറോഷൻ എന്ന് പറയുന്ന ഫാക്ടർ ആണ്. നമ്മൾ എർത്തിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എർത്തിന്റെ അകത്താണ് നമ്മൾ ഈ ഒരു എന്ത് ചെയ്യുന്നത്, ഗ്രൗണ്ട് ലെവലിലാണ് നമ്മൾ ഈ ഒരു എർത്ത് റോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാവുന്ന ലോക്കൽ സോയിൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഓരോ മെറ്റീരിയലിനെയും കൊറോഷൻസ് ഉണ്ടാവും. ബേസിക്കലി IS 3043 പ്രകാരം സപ്പോസ് നമ്മളൊരു 10 years എടുത്ത് നോക്കുകയാണെങ്കിൽ കോപ്പറിന്റെ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് 2% ആണ്. കോപ്പർ ബോണ്ടഡ് സ്റ്റീലിന്റെ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് 2% ആണ്. ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആണെങ്കിൽ കൊറോഷൻ റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. കാസ്റ്റ് അയൺ ആണെങ്കിൽ അതിന്റെ കൊറോഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22% ആണ്. സോ അതാണ് ഇവിടെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റ് അയണിന്റെ കേസ് ഇത് ഒരു 10 years എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തിലാണ് ഈ ഒരു വാല്യൂസ് വന്നിരിക്കുന്നത്. കാസ്റ്റ് അയൺ ആണെങ്കിൽ 22% ആണ്, ഗാൽവനൈസ്ഡ് സ്റ്റീൽ ആണെങ്കിൽ 5% ആണ്, കോപ്പർ അല്ലെങ്കിൽ കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ ആണെങ്കിൽ 2% ആണ് അതിന്റെ കൊറോഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വരുന്നത്. ദെൻ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എത്രമാത്രം കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോപ്പർ ആണ് ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒബ്വിയസ്ലി കോപ്പറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള മെറ്റീരിയൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻ ദ ഹയർ സൈഡിലാണ്. നമ്മൾ കോപ്പർ ബോണ്ടഡോ ഗാൽവനൈസ്ഡ് അയണോ അതേപോലെ കാസ്റ്റ് അയണോ നോക്കുകയാണെങ്കിൽ കോപ്പറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റേറ്റ് കുറവാണ്. അതായത് കോപ്പർ ബോണ്ടഡിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് GI മെറ്റീരിയലിനെക്കാട്ടിയും കുറച്ച് ഒരു ഹയർ സൈഡിലാണ് കോപ്പർ ബോണ്ടഡ് മെറ്റീരിയലിന്റെയും റേറ്റ് നിൽക്കുന്നത്. ദെൻ ഇതിൽ വരുന്ന മേജർ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നൊരു ഫാക്ടർ. ഇതിൽ ആസ് പെർ IS 3043 നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ഇലക്ട്രോഡ് ആണെങ്കിൽ അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് ഇലക്ട്രോഡ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ടു എർത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടാണ്. പ്ലേറ്റ് ആണെങ്കിൽ R = rho divided by 4 into root of pi by a. റോഡ് ആണെങ്കിൽ R = 100 rho divided by 2πl log e 2l by d എന്നുള്ള രീതിയിലാണ് നമ്മൾ റെസിസ്റ്റൻസ് ടു എർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് തരുന്നൊരു അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമാണ് നമുക്ക് തരുന്നത്. ഏകദേശം എത്രയാണ് വാല്യൂ റെസിസ്റ്റൻസ് ടു എർത്ത് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ തന്നെ സപ്പോസ് നമ്മൾ ആ ഒരു എർത്ത് ഇലക്ട്രോഡിനെ ഏതെങ്കിലും ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലായിട്ട് നമ്മൾ എൻകേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്ന ഇക്വേഷൻ ഈ ഒരു രീതിയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വരും. R = 1/2πl root 1/2πl rho minus rho c log e 8l by d minus 1 plus rho c into log e 8l by d minus 1. ഇത് നമ്മളൊരു മെറ്റീരിയൽ ഒരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ കണ്ടക്റ്റീവ് കോൺക്രീറ്റ് എന്നുള്ള രീതിയിൽ എൻകേസ് ചെയ്ത് നമ്മൾ എർത്തിങ് ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു ഇക്വേഷൻസ് അവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരിക. ദെൻ നമ്മളൊരു കമ്പാരിസൺ ചെയ്യുകയാണ്. നമ്മളൊരു പ്ലേറ്റ് 1.2 meter into 1.2 meter into 12.5 mm thick ഡയമെൻഷനുള്ള ഒരു പ്ലേറ്റ്, അതേപോലെ 600 mm into 600 mm into 3 mm ഡയമെൻഷൻ വരുന്ന ഒരു പ്ലേറ്റ്, അതേപോലെ 17.2 mm ഡയ 3 meter ലോങ് ആയിട്ടുള്ള ഒരു റോഡ്, അതേപോലെ 17.2 mm ഡയ 3 meter ലോങ് ഒരു 150 mm ഡയയുള്ള എർത്ത് പിറ്റിൽ എർത്തിങ് കോമ്പൗണ്ട് എൻകേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു എർത്തിങ്. ഈ 4 മെറ്റീരിയൽസിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ 4 മെറ്റീരിയൽസിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം, ഏത് സ്ഥലത്താണോ നമ്മൾ ചെയ്യുന്ന ആ ഒരു സോയിൽ റെസിസ്റ്റിവിറ്റി നമ്മൾ അസ്യൂം ചെയ്യാണ് 100 ohm meter എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാണ്. അതേപോലെ ഈ നാലാമത്തെ റോഡ് എൻകേസ്ഡ് ഇൻ ലോ റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ, ആ റെസിസ്റ്റിവിറ്റി ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് 0.3 എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും 1.2 into 1.2 meter into 12.5 mm thickness ഉള്ള പ്ലേറ്റിൻ്റെ റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നത് 26 ohm ആണ്. അതേപോലെ 600 mm into 600 mm into 3 mm ഡയമെൻഷൻ വരുന്ന പ്ലേറ്റിൻ്റെ റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നത് 52.2 mm ആണ്. സപ്പോസ് അതേ പ്ലേസിൽ റോഡിൻ്റെ റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നത് 31 ohms ആണ്. സപ്പോസ് നമ്മൾ റോഡ് എൻകേസ്ഡ് ഇൻ ലോ റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ കിട്ടുന്ന
റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നത് 21.6 ഓംസ് ആണ്. അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2.88 സ്ക്വയർ മീറ്റർ എന്നുള്ള രീതിയിലാണ്. റോഡിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 0.16. റോഡ് എൻകേസ്ഡ് ഇൻ ലോ റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് 1.44 എന്നുള്ള രീതിയിലാണ്. അതായത് ഈ 1.2 മീറ്റർ ഡയമെൻഷൻ വരുന്ന പ്ലേറ്റ് ഇടുന്ന സ്ഥലത്ത് തന്നെ നമ്മളിവിടെ 150 mm ഡയയിൽ നമ്മളൊരു എർത്ത് പിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്ന വാല്യൂ പ്ലേറ്റിനെ കാട്ടി വളരെ കുറവാണ്. ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈക്വൽ സർഫേസ് ഏരിയയിൽ കൂടി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടി മച്ച് ലോവർ ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ 600 × 600 പ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നേരെ അതിൻ്റെ ഒരു പകുതിയാണ് റെസിസ്റ്റൻസ് ടു എർത്ത് എന്നുള്ള രീതിയിൽ വാല്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് എങ്ങനെയാണ് നമുക്കൊരു ലോ റെസിസ്റ്റൻസ് എർത്തിലോട്ടേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? എർത്തിലേക്ക് ലോ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണ്ടെങ്കിൽ ഈ എർത്ത് ഇലക്ട്രോഡ്സിന് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന പ്ലേസസിൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം ആസ് പെർ IS 3043 പ്രകാരം. ഇങ്ങനെ കറണ്ട് ഡെൻസിറ്റി നമുക്ക് കുറയ്ക്കണ്ടെങ്കിൽ എർത്ത് ഇലക്ട്രോഡ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു എർത്ത് ഇലക്ട്രോഡിൻ്റെ വൺ സൈഡ് ഡയമെൻഷൻ ഷുഡ് ബി ലാർജർ ദാൻ ദി അതർ സൈഡ് ഡയമെൻഷൻ. അതർ സൈഡ് ഡയമെൻഷനെ കാട്ടിയും ഒരു സൈഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പൈപ്പ് അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ സ്ട്രിപ്പാണ് ദാൻ പ്ലേറ്റ് ഓഫ് ഈക്വൽ സർഫസ് ഏരിയ. ഒരു പ്ലേറ്റ് അതേപോലെ റോഡ് അല്ലെങ്കിൽ പൈപ്പ് അല്ലെങ്കിൽ സ്ട്രിപ്പ് നമ്മൾ ഈക്വൽ സർഫസ് ഏരിയയിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പൈപ്പ് അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ സ്ട്രിപ്പിനാണ് പ്ലേറ്റിനെ കാട്ടി നമുക്ക് ലോ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. സപ്പോസ് അതിൽ തന്നെ നമ്മൾ പൈപ്പ് അല്ലെങ്കിൽ റോഡ് നമ്മൾ ലോ റെസിസ്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എൻകേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് മച്ച് ലെസ്സർ ആയിരിക്കും. ഓക്കെ, ദെൻ റെസിസ്റ്റൻസ് ടു എർത്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന മേജറായിട്ട് 3 ഫാക്ടേഴ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രോഡ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്ന കോൺടാക്ട് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് ആൻഡ് സോയിൽ ആണ്. മൂന്നാമത്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ സോയിൽ ഫ്രം ദി ഇലക്ട്രോഡ്സ്, അതായത് നമ്മൾ ഈ ഇലക്ട്രോഡിന് ചുറ്റും വരുന്ന സോയിലിൻ്റെ റെസിസ്റ്റൻസ് ആണ് മൂന്നാമത്തെ മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതായത് ഈ 3 ഫാക്ടേഴ്സിലും ഒന്നാമത്തെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നതിന് വളരെ മൈനർ ആയിട്ടുള്ള എഫക്റ്റ് മാത്രമേ ഉള്ളൂ. തേർഡ് ഫാക്ടറാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. എങ്ങനെയാണ് നമുക്ക് എർത്ത് ഇലക്ട്രോഡിന് ചുറ്റുമുണ്ടാകുന്ന സോയിലിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിന് വേണ്ടിയിട്ടാണ് ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ വരുന്നത്. ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ആസ് പെർ IS 3043 പ്രകാരം എർത്ത് ഇലക്ട്രോഡിന് ചുറ്റുമുണ്ടായിരിക്കുന്ന സോയിലിൻ്റെ റെസിസ്റ്റൻസ് ആണ് എർത്ത് റെസിസ്റ്റൻസിൻ്റെ മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മേജറായിട്ട് ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ ചെയ്യുന്നത്? അതിൽ വരുന്ന ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എർത്ത് ഇലക്ട്രോഡിന് ചുറ്റുമുള്ള സോയിലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് റോഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. മൾട്ടിപ്പിൾ നമ്പർ ഓഫ് റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഒരു റോഡ് വെച്ചിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ അതിന് പാരലായിട്ട് നമ്മൾ വേറൊരു പിറ്റ് കൂടി ചെയ്യും. അങ്ങനെ 1, 2, 3 പിറ്റ് നമ്മൾ പാരലായിട്ട് ചെയ്യും. ബട്ട് അങ്ങനെ ചെയ്യുന്നത് ഹൈലി റെസിസ്റ്റിവിറ്റി ഉള്ളൊരു പ്ലേസുകളാണെങ്കിൽ നമുക്കതിന് വലിയൊരു മേജർ ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവില്ല. അതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് ഒരു സിംഗിൾ എർത്ത് പിറ്റ് വിത്ത് ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ എന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും അവിടെ ബെനിഫിഷ്യൽ ആയിട്ട് വരിക. ദെൻ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിലിന് വേറൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. എർത്തിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് അത് ഇൻക്രീസ് ചെയ്യുകയാണ്. അതേപോലെ അവിടെ ഉണ്ടാവുന്ന കൊറോഷൻ്റെ ചാൻസസ് കൂടി അത് കുറക്കുന്നൊരു ഫാക്ടർ കൂടിയുണ്ട്. ദെൻ എഫക്റ്റ് ഓഫ് സോൾട്ട് ഓൺ സോയിൽ റെസിസ്റ്റിവിറ്റി. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോൾട്ട് ആൻഡ് ചാർക്കോൾ എന്നുള്ള രീതിയിലാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ എർത്തിൻ്റെ വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സോൾട്ട് വാട്ടർ അതിനകത്തോടെ ഒഴിച്ചു കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിൽ തന്നെ ആസ് പെർ IS 303 ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഗ്രേറ്റർ ദാൻ 5% മുകളിൽ സോൾട്ടിൻ്റെ വാല്യൂ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എർത്ത് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂവിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. പകരം അതിനൊക്കെ ഒരുപാട് അഡ്വേഴ്സ് ഇഫക്ട്സ് അവിടെ ഉണ്ടാക്കാം. അവിടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും,
കണ്ടിന്യൂറ്റി ഇൻക്രീസ് ചെയ്യുന്ന അതേ ഇൻസ്റ്റന്റിൽ തന്നെ അവിടുത്തെ കൊറോഷൻ റേറ്റ് കൂടി ഈ സോൾട്ട് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ മോയ്സ്ചർ കണ്ടന്റ്. നമ്മൾ ഓരോ സോയിലിലെയും മോയ്സ്ചർ കണ്ടന്റ് എത്രമാത്രം ഉണ്ട് അത് കൂടി നമ്മളുടെ എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിന് ഒരു മേജർ ആയിട്ടുള്ള ഫാക്ടറാണ്. സി, ആസ് പെർ IS 3043 മോയ്സ്ചർ കണ്ടന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ട് 15 to 18% ആണ് മോയ്സ്ചർ കണ്ടന്റ് സോയിലിൽ അടങ്ങിയിട്ടുണ്ടാവുക. സി, ഗ്രേറ്റർ ദാൻ 20% ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 20% ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 15% ആണെങ്കിലും ഈ മോയ്സ്ചർ കണ്ടന്റിന്റെ എർത്ത് റെസിസ്റ്റിവിറ്റിയിൽ യാതൊരു റോളും അവിടെ ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി ആസ് സാച്ചുറേറ്റഡ് വൺ ഗ്രേറ്റർ ദാൻ 50%. ബട്ട് 15%-നെക്കാട്ടും കുറവാണെങ്കിൽ ഇറ്റ് പ്ലേസ് എ ഡോമിനന്റ് റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ എർത്ത് റെസിസ്റ്റിവിറ്റി. ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് സോയിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് രണ്ട് കാര്യങ്ങൾ വരും. ഒന്നെന്ന് പറയുന്നത് എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിലാണ്, രണ്ടാമത്തെന്ന് പറയുന്നത് ബെന്റണൈറ്റ് എന്നുള്ള രീതിയിലാണ്. സി, രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ KCBയിലോട്ടൊക്കെ തന്നെ പോവുകയാണെങ്കിൽ ഇനീഷ്യലി KCB ഒരുപാട് സ്ഥലങ്ങളിൽ പ്യൂർ ബെന്റണൈറ്റ് എന്നുള്ള രീതിയിൽ എർത്തിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് KCB ഡിസൈൻ ടീം പോലും പ്യൂർ ബെന്റണൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ അവർ റിജക്റ്റ് ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിലും അവർക്ക് അതിന് ഇതിന്റെ മേജർ ആയിട്ടൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ഷ്രിങ്ക് ചെയ്ത് കളയും. ഇതിന് വെള്ളം കിട്ടി ഇത് ഇനീഷ്യലി ഇത് വാട്ടർ നല്ല രീതിയിൽ ഇത് അബ്സോർബ് ചെയ്യും. ബട്ട് ലേറ്റർ ഓൺ ഇത് ഒരു സിമെന്റിങ് ആക്ഷൻ അവിടെ ഉണ്ടാവും. സോ ഇതിന് ഈ ഇലക്ട്രോഡിന് ഷ്രിങ്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ KCB പോലും പ്യൂർ ബെന്റണൈറ്റ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ബെന്റണൈറ്റും ഒരു എർത്തിങ് കോമ്പൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെന്റണൈറ്റിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 3 ohm meter എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ ഒരു 10 times, അതിനൊരു 1% കുറവാണ് എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ വരുന്ന അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ മേജർ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ഇലക്ട്രോഡിന് ഷ്രിങ്ക് ചെയ്ത് പോവും. അതേപോലെ സീസണൽ വേരിയേഷൻ എന്ന് പറയുന്ന ബെന്റണൈറ്റിന്റെ കേസിൽ വളരെ ഹൈ ആണ്. അതേപോലെ നമ്മൾ ലൈഫ് സ്പാന് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓരോ ലോക്കൽ സോയിൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ലൈഫ് സ്പാന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ബെന്റണൈറ്റിന്റെ കേസ് ആണെങ്കിൽ പക്ഷേങ്കിൽ എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് ആണെങ്കിൽ നമുക്ക് അതിന്റെ ലൈഫ് സ്പാൻ ഷുവർ ആയിട്ടൊരു 25 years മുകളിലോട്ടേക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു. കോപ്പർ ഉണ്ട്, കോപ്പർ ബോണ്ട് സ്റ്റീൽ ഉണ്ട്, ഗാൽവനൈസ് സ്റ്റീൽ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുക? ആസ് പെർ IEEE 837 പ്രകാരം കോപ്പർ, അതേപോലെ കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ, അതേപോലെ ഗാൽവനൈസ് സ്റ്റീലിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ വ്യക്തമായിട്ട് തന്നെ അത് ഒരു ടേബിളൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോപ്പർ ആണെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഹാർഡ് ഓൺ കോപ്പർ ആണെങ്കിൽ ഏകദേശം 97% ആണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ നമ്മൾ കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 17 to 30% ആണ് കോപ്പർ ബോണ്ടഡ് സ്റ്റീലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം അലൂമിനിയം എന്ന് പറയുന്നത് കോപ്പറിൻ്റെ ഏകദേശം 60% കണ്ടക്ടിവിറ്റിയാണ് വരുന്നത്. അതേപോലെ കോപ്പർ ബോണ്ട് സ്റ്റീൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം കോപ്പറിൻ്റെ 30% കണ്ടക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ വരുന്നത്. നമ്മൾ GI ഗാൽവനൈസ്ഡ് സ്റ്റീൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗാൽവനൈസ്ഡ് സ്റ്റീലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം 9% എന്നുള്ള രീതിയിലാണ്. അതായത് കോപ്പർ ബോണ്ട് സ്റ്റീലിനെക്കാട്ടിയും ഏകദേശം വളരെ കുറവാണ് ഗാൽവനൈസ്ഡ് സ്റ്റീലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന മേജർ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി ആണ്. ഓക്കെ, ആസ് പെർ IS 3043 പ്രകാരം ഒരു പ്ലേറ്റ് ഇലക്ട്രോഡിന്റെ കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ I is equal to 7.57 into 10⁻³ divided by √ρ/t എന്നുള്ള രീതിയിലാണ്. ഇതിൽ T എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് എർത്ത് ഫോൾട്ട് എന്നുള്ള രീതിയിലാണ്. HT സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഫോൾട്ടിന്റെ ടൈം ഡ്യൂറേഷൻ 3 സെക്കൻഡ് ആയിട്ട് എടുക്കും. ഗ്രേറ്റർ ദാൻ 33 kV ആണെങ്കിൽ ഫോൾട്ടിന്റെ ഡ്യൂറേഷൻ നമ്മൾ 1 സെക്കൻഡ് എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ദെൻ ഫോർ റോഡ് എർത്തിങ് ആണെങ്കിൽ കറണ്ട് ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആസ് പെർ IEEE സ്റ്റാൻഡേർഡ് 142 പ്രകാരം I is equal to 1140 into D into L divided by ρ/t എന്നുള്ള രീതിയിലാണ്. ഇതിൽ T എന്ന് പറയുന്നത് ടൈം ഡ്യൂറേഷൻ ഓഫ് ഫോൾട്ട് ആണ്, D എന്ന് പറഞ്ഞ ഡയമീറ്റർ റോഡാണ്, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് റോഡാണ്. നമ്മൾ
കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കോപ്പർ പ്ലേറ്റും അതേപോലെ ഒരു കോപ്പർ ബോണ്ട് റോഡും നമ്മൾ കമ്പയർ ചെയ്യാണ്. സി കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് 600 mm ഇൻറ്റു 600 mm ഇൻറ്റു 3.15 mm ഡയമെൻഷൻ വരുന്ന ഒരു കോപ്പർ പ്ലേറ്റും അതേപോലെ 17.2 mm ഡയയിലുള്ള 3 മീറ്റർ ലോങ് ആയിട്ട് വരുന്നൊരു കോപ്പർ ബോണ്ടഡ് റോഡും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആസ് പെർ ദ എബോവ് ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ പ്രകാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫോർ എ സോയിൽ റെസിസ്റ്റിവിറ്റി ഓഫ് 100 Ohm മീറ്റർ കോപ്പർ ബോണ്ടഡ് കോപ്പറിന്റെ പ്ലേറ്റിന്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 314.6 ആംപിയർ ആണ്. അതേപോലെ കോപ്പർ ബോണ്ടഡ് റോഡിന്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 339.6 ആംപിയർ ആണ്. ദെൻ നമ്മൾ എർത്തിങ് പർപ്പസ് ആണെങ്കിൽ എർത്തിൽ എത്രമാത്രം കണക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ അത്രയും കണക്ഷൻസ് നമുക്ക് കുറയ്ക്കണം. ഈ ഒരു പ്ലേറ്റ് ഇലക്ട്രോഡ് ആണെങ്കിൽ നമ്മൾ പ്ലേറ്റിന്റെ അടിയിലാണ് നമ്മൾ അതിന്റെ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു റോഡ് എർത്തിങ് ആണെങ്കിൽ നമ്മൾ റോഡിന്റെ കണക്റ്റിംഗ് ടെർമിനൽ എന്ന് പറയുന്ന ഏറ്റവും മുകളിലായിട്ടാണ്, ഗ്രൗണ്ടിന് മുകളിലായിട്ടാണ് വരുന്നത്. സോ ആ ഗ്രൗണ്ടിന്റെ എഫക്റ്റ് കാരണം ആ ഒരു കണക്ഷൻ പോയിന്റ് ഉണ്ടാകുന്ന കൊറോഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേപോലെ ഇതിന്റെ രണ്ടിന്റെ റെസിസ്റ്റൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നത് ഈ കോപ്പർ ബോണ്ട് റോഡ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കുറവായിട്ട് വരിക. ഓക്കെ, അതേപോലെ ഇൻസ്റ്റാളേഷന്റെ ഏരിയ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോപ്പർ പ്ലേറ്റ്, അതായത് ഈ ഡയമെൻഷൻ 600 mm ഇൻറ്റു 600 mm ഡയമെൻഷൻ വരുന്ന പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കമ്പയറിംഗ് ടു 17.2 mm ആയ റോഡാണെങ്കിൽ. 17.2 അല്ല, എത്ര ഡയമീറ്റർ റോഡാണെങ്കിലും യൂഷ്വലി ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 ഇഞ്ച് മുതൽ 10 ഇഞ്ച് ഡയമീറ്റർ ഉള്ള 4 ഇഞ്ച് മുതൽ 10 ഇഞ്ച് ഡയമീറ്റർ ഉള്ള എർത്ത് പിറ്റാണ് യൂഷ്വലി റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ കോമൺ പ്രാക്ടീസ് എന്ന് പറയുന്നത് 6 ഇഞ്ച് ഡയമീറ്റർ ഉള്ള എർത്ത് പിറ്റ് 3 മീറ്റർ ലെങ്ത് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ നമ്മൾ കമ്പയർ ചെയ്യാനാണെങ്കിൽ കോപ്പറിന്റെ കോസ്റ്റ് എന്ന് പറയുന്ന കോപ്പർ ബോണ്ടിനെക്കാട്ടിയും വളരെ കൂടുതലാണ്. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ആണെങ്കിൽ രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ കോസ്റ്റും പ്ലേറ്റിനാണ് ഏറ്റവും കൂടുതലായിട്ട് വരിക. ദെൻ 1.2 മീറ്റർ ഇൻറ്റു 1.2 മീറ്റർ ഇൻറ്റു 12 mm ഡയമെൻഷൻ വരുന്നൊരു പ്ലേറ്റ് ആണെങ്കിൽ, കാസ്റ്റ് അയൺ പ്ലേറ്റ് ആണെങ്കിൽ, അതേപോലെ 1.2 മീറ്റർ ഇൻറ്റു 1.2 മീറ്റർ ഇൻറ്റു 6 mm ഡയമെൻഷൻ വരുന്ന ഒരു GI പ്ലേറ്റ് ആണെങ്കിൽ, അതിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു കോപ്പർ ബോണ്ടഡ് റോഡും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് രണ്ടിൻ്റെയും കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആണ്. അതായത് ഈ ഒരു ഡയമെൻഷൻ വരുന്ന പ്ലേറ്റിനെ നമുക്ക് ഈ ഒരു 32 mm ഡയയിലുള്ള 6 മീറ്റർ ലെങ്ത്തിലുള്ള റോഡ് വെച്ചിട്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ 32 mm ഡയമീറ്റർ വരുന്ന ഒരു റോഡ് 3 മീറ്റർ ലെങ്ത്തിലുള്ള രണ്ടെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കറണ്ട് റിക്വയർമെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കേസിലും നമ്മൾ റെസിസ്റ്റൻസ് എർത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റോഡ് എർത്തിങ്ങിനാണ് റെസിസ്റ്റൻസ് ടു എർത്ത് അവിടെ കുറവായിട്ട് വരിക. ദെൻ കൊറോഷൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലേറ്റിൻ്റെ കേസിൽ ഗ്രൗണ്ടിൽ താഴെയാണ് കണക്ഷൻ വരുന്നത്, പക്ഷേ റോഡിൻ്റെ കേസിലാണ് ഗ്രൗണ്ടിന് മുകളിലാണ് കണക്ഷൻസ് വരുന്നത്. ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിലോ അതേപോലെ ഏരിയ റിക്വയർഡ് കമ്പയർ ചെയ്യുകയാണെങ്കിലോ ഒക്കെ എല്ലാ കേസുകളിലും അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ സൈഡിലാണ് പ്ലേറ്റിൻ്റെ കേസിൽ, പക്ഷേ റോഡിൻ്റെ കേസിൽ അത് ഒരു ലോവർ സൈഡിലാണ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫ്യൂസിങ് ടെമ്പറേച്ചർ ആണ്. ആസ് പെർ IEEE 837 പ്രകാരം ഫ്യൂസിങ് ടെമ്പറേച്ചർ ഓഫ് കോപ്പർ അതേപോലെ കോപ്പർ ബോണ്ടഡ് സ്റ്റീലിൻ്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 1100 എന്നുള്ള രീതിയിലാണ് ഫ്യൂസിങ് ടെമ്പറേച്ചർ വരുന്നത്. പക്ഷേ ഗാൽവനൈസ്ഡ് സ്റ്റീലാണെങ്കിൽ, ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് സ്റ്റീലാണെങ്കിൽ അതിൻ്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 419 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ നമ്മൾ എർത്തിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ക്ലാസിഫൈ ചെയ്യുന്നത്, മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത് ബേസിക്കലി ഈ ഒരു 6 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് എർത്തിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫാണ്. ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന മേജർ ആയിട്ടൊരു ഫാക്ടർ എന്ന് പറയുന്ന കൊറോഷനാണ്. രണ്ടാമത്തെ എന്ന് പറയുന്ന കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, മൂന്നാമത്തെ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു എർത്ത് എന്നുള്ള രീതിയിലാണ്. നാലാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എന്നുള്ള രീതിയിലാണ്. ആറാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിലാണ്. ഈ 4 ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ എർത്തിങ്ങിന് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ
ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പല സ്ഥലങ്ങളിലും ചോദിക്കുന്നൊരു ഇതാണ് കോപ്പർ ബോണ്ടഡ് റോഡും അതേപോലെ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് പൈപ്പും തമ്മിൽ വരുന്ന മേജർ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ കൂടുതൽ ഇൻ ഡെപ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകുന്നില്ല, പക്ഷെ ഒരു ചെറിയൊരു കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ആസ് പെർ IS 3043 കോഡ് ഓഫ് പ്രാക്ടീസ് ഓഫ് വർക്കിംഗ് പ്രകാരം ഈ ഒരു ഡയഗ്രം നോക്കാം. സി, ഇതിൽ 3 മെറ്റീരിയൽസ് ആണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, എ പൈപ്പ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 25 mm, എ റോഡ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 13 mm, എ പൈപ്പ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 100 mm. സി, ഈ 3 മെറ്റീരിയലും ക്ലാസിഫൈ ചെയ്യുന്ന കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് തമ്മിൽ മേജറായിട്ട് വലിയൊരു ഡിഫറൻസ് വന്നതായിട്ട് കാണുന്നില്ല. ഒരു 100 mm ഡയമീറ്ററുള്ള പൈപ്പ് യൂസ് ചെയ്യാണ്, ഒരു 25 mm ഡയമീറ്ററുള്ള പൈപ്പ് യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ 13 mm ഡയമീറ്റർ റോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നും തമ്മിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഡയമീറ്ററിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ മൈനർ ആണ്. അതായത് ഇവിടെ ഉണ്ടാവുന്ന എർത്ത് റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ വളരെ മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ അവിടെ ഉള്ളൂ. സോ ഒരു 40 mm ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പും അതേപോലെ 17.2 mm ഡയമീറ്റർ ഉള്ള ഒരു റോഡും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറ്റുന്നത് ഡയമീറ്റർ ഹാസ് ഓൺലി മൈനർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടി പറ്റുക. ദെൻ സി, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുവിധ എല്ലാവരും കോപ്പർ ബോണ്ടഡ് റോഡ്സിലോട്ടേക്ക് പോകുന്നത്? സോ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ കണ്ടക്ടിവിറ്റി വരുന്നുണ്ട്, ദെൻ അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, ഇൻസ്റ്റാളേഷൻ ഈസിനെസ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, അതേപോലെ ലെസ് റെസിസ്റ്റൻസ് ടു എർത്ത് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, അതേപോലെ ഹൈ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, ദെൻ അതിൻ്റെ ഡ്യൂറബിലിറ്റി, കറന്റ് ലോഡിങ് കപ്പാസിറ്റി, അതേപോലെ ഈസ് ഇൻ ഹാൻഡിലിംഗ്, അതേപോലെ നമ്മളൊരു പ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെസ് സ്പേസ് റിക്വയർമെൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ ഇൻസ്റ്റാളേഷൻസിലും കോപ്പർ ബോണ്ടഡ് റോഡ് എന്നുള്ള രീതിയിലോട്ടേക്ക് കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ ആസ് പെർ ഇന്ത്യയിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ എർത്ത് വാല്യൂസ് ഓൾറെഡി ഇത്ര വേണം എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണെങ്കിൽ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ലെസ് ദാൻ 0.5 ohm ആയിരിക്കണം. അതൊരു EHV സബ്സ്റ്റേഷൻ ആണെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ohm ആയിരിക്കണം. HV സബ്സ്റ്റേഷൻ ആണെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ohm ആയിരിക്കണം. ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു PV പ്ലാന്റ് ആണെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ohm ആയിരിക്കണം. അതേപോലെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ്റെ ഗ്രൗണ്ട് ആണെങ്കിൽ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ohm ആയിരിക്കണം. ഇത്രയാണ് നമ്മളൊരു എർത്തിങ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സോളാർ സിസ്റ്റത്തിലോട്ടേക്ക് വരുന്നത്. സോളാർ സിസ്റ്റത്തിലോട്ടേക്കും എങ്ങനെയാണ് ഓരോ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ള രീതിയിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാറിൻ്റെ കേസിൽ KSEB റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം 4 numbers ഓഫ് എർത്തിങ് ആണ്. അതേപോലെ എർത്തിങ് ചെയ്യുന്നത് ആസ് പെർ IS 3043 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് ഉണ്ട്, പൈപ്പ് ഉണ്ട്, റോഡ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്, അതേപോലെ സ്ട്രിപ്പ് ഉണ്ട്. എങ്ങനെയാണ് ഓരോ എർത്തിങ്ങും നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ മെറ്റീരിയൽസ് എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ഏത് ക്രൈറ്റീരിയ ബേസിസിലാണ് നമ്മൾ ഓരോ മെറ്റീരിയൽസും നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതേപോലെ ഇത്ര കിലോവാട്ട് പീക്ക് ആണെങ്കിൽ മിനിമം എത്ര നമ്പേഴ്സ് ഓഫ് എർത്തിങ് ആണ് KSEB അല്ലെങ്കിൽ അനേർട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അനേർട്ടും KSEB റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. അതേപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള IEEE സ്റ്റാൻഡേർഡ്സും അതേപോലെ IS സ്റ്റാൻഡേർഡ്സും IEC സ്റ്റാൻഡേർഡ്സ് പ്രകാരം മെറ്റീരിയലിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ മേജറായിട്ട് വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഏത് മെറ്റീരിയലാണ് എർത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ട് വരുന്നത്, നമ്മൾ റോഡ് എർത്തിങ്ങും ഒരു പൈപ്പ് എർത്തിങ്ങും ഒരു പ്ലേറ്റ് എർത്തിങ്ങും അതേപോലെ സ്ട്രിപ്പ് എർത്തിങ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മേജറായിട്ട് ഇവിടെ നോക്കിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനകത്ത് വരുന്നത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ്. ഒരു സോളാർ PV സിസ്റ്റത്തിലെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ പ്ലേസ് ഓൾസോ എ മേജർ റോൾ ഇൻ ദ സോളാർ PV സിസ്റ്റം. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടി ഞാൻ ജിയോനെ ഇൻവൈറ്റ് ചെയ്യാണ്. ജിയോ പ്ലീസ്. ഹായ്, ഒരു മിനിറ്റ്.
ഓക്കെ, കേൾക്കല്ലേ? നമ്മളിപ്പോ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്നപ്പോ നമ്മളിപ്പോ ഈ ഒരു മനസ്സിലായി സോളാർ ഇൻസ്റ്റലേഷൻസ് നമ്മൾ ഇത്ര കോസ്റ്റ്ലി ആയിട്ടോ സോളാർ മീൻസ് എന്ത് ഇലക്ട്രിക്കൽ അപ്ലയൻസോ അങ്ങനത്തെ ഏത് അപ്ലയൻസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു സ്ട്രക്ചർ ഓർ സോളാർ ഇൻസ്റ്റലേഷന് ഫുൾ എഫക്റ്റീവ് ആയിട്ടൊരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ചെയ്താലാണ് ഒരു സേഫ് ആയിട്ടുള്ള ഫുൾ സോളാർ സിസ്റ്റത്തിന്റെ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മീൻസ് പാസ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോ ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ നമ്മൾ സിസ്റ്റം കൊടുക്കുന്ന സമയത്ത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ ജസ്റ്റ് 4 രീതിയിലുള്ള ലൈറ്റിംഗ് സ്ട്രൈക്സ് ആണ് ജനറലി നമുക്ക് ഒരു സിസ്റ്റത്തിൽ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒന്ന് ഡയറക്ട്ലി ടു ദ സ്ട്രക്ചർ, സെക്കൻഡ് വൺ നിയർ എ സ്ട്രക്ചർ, തേർഡ് വൺ ടു ദ ലൈൻ, അതായത് നമ്മുടെ കണക്ട് ചെയ്തിട്ടുള്ള ലൈനിലേക്ക് ഒരു ലൈറ്റിംഗ് സ്ട്രൈക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് നിയർ എ ലൈൻ, അതായത് നമ്മുടെ ലൈനിന്റെ അടുത്തേക്ക് ഒരു ലൈറ്റിംഗ് സ്ട്രൈക്ക് ചെയ്താലും നമ്മുടെ ഇൻസ്റ്റലേഷന് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്ട്ലി നമ്മൾ ഒരു ലൈറ്റ്നിങ്, അതായത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഡയറക്ട്ലി ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫിഗറിനകത്ത് ജസ്റ്റ് ഇനീഷ്യലി നമ്മുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യണ ഒരു സ്ട്രക്ചർ, ആ പ്രൊട്ടക്ട് ചെയ്യണ സ്ട്രക്ചറിന് മുകളിൽ നമ്മൾ എയർ ടെർമിനേഷൻ റോഡ് വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ നിയർ എ സ്ട്രക്ചർ, അതായത് നമ്മുടെ സ്ട്രക്ചറിന്റെ നമ്മുടെ ലൈറ്റ്നിങ് മീൻസ് ഈ പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചറിന്റെ അടുത്ത് ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്താലും നമ്മുടെ നമ്മുടെ സ്ട്രക്ചറിനോ അതിനുള്ളിലുള്ള അപ്ലയൻസിനോ ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. തേർഡ് വൺ ഓൺ ദി ലൈൻ, നമ്മുടെ കണക്ട് ചെയ്തിട്ടുള്ള ലൈനിലേക്ക് ഒരു ലൈറ്റിംഗ് സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിലെ നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആ സ്ട്രക്ചറിലേക്ക് ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈനിന്റെ അടുത്ത് മണ്ണിലേക്കോ ഗ്രൗണ്ടിലേക്കോ, ലൈനിന്റെ അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്കോ ലൈറ്റിംഗ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇഷ്യൂസ് വരും. നമ്മൾ പറയുന്ന ജസ്റ്റ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി IEC 62305-3 എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ ഡയറക്ട്ലി ഓൺ ദ ബിൽഡിങ്ങിലേക്ക് ലൈറ്റ്നിങ് സ്ട്രൈക്ക് വരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാനും, ഇന്റേണൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന IEC 62305-4 എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ബാക്കി 3 ഫാക്ടേഴ്സും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ട്രക്ചർ ഏത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് വെച്ചിട്ടാണ് ഫർദർ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യണത്. എത്ര ലൈറ്റ്നിങ് അറസ്റ്റ് വെക്കണം, എത്ര ഡൗൺ കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും, എത്ര നമ്പർ ഓഫ് എർത്ത് റോഡ്സ് ഉണ്ടായിരിക്കും, അതിന് എത്ര ലെങ്ത് ഉള്ള എർത്ത് റോഡ് ആണ് വേണ്ടതെന്നെല്ലാം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ LPL 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ LPL 1 എന്ന് പറയുന്നത് വെരി ഹൈ റിസ്കി ഏരിയ, അതായത് റിസ്ക് ഫാക്ടർ, ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം അതിനായി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതായത് ഉദാഹരണം നോക്കിയാൽ അറിയാം, കമ്പ്യൂട്ടർ ഡാറ്റാ സെന്റർ, മിലിറ്ററി അപ്ലിക്കേഷൻ, ഹൈറൈസ് ഹോസ്പിറ്റൽസ് ഓർ ബിൽഡിംഗ്സ്, അതായത് അത്രയ്ക്കും ജീവന് വരെ ഭീഷണി ഉണ്ടാവുന്ന മൈന്യൂട്ട് ആയിട്ടൊരു എഫക്റ്റ് പോലും ഹൈ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാണ് നമ്മൾ വെരി ഹൈ റിസ്കി ഏരിയ എന്ന് പറയുന്നത്. അതിനെയാണ് LPL 1 എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഹൈ റിസ്കി ഏരിയ, നമ്മൾ അതായത് ഒരു ഹോസ്പിറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ ലോ റൈസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ, ഇൻഡസ്ട്രി, കെമിക്കൽ ഫാക്ടറി, അവിടെ ലൈറ്റിംഗ് സ്ട്രൈക്ക് ചെയ്ത് ഇഷ്യൂ എങ്ങാനും സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇഷ്യൂസ് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂസ് എഫക്ട് ചെയ്യാം ആ സൈഡിൽ. അത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ LPL 2 ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ 2 എന്നുള്ള രീതിയിൽ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. തേർഡ് വൺ ഓർ ഫോർത്ത് വൺ നമുക്ക് പറയുന്നത് മോഡറേറ്റ് അല്ലെങ്കിൽ ലോ റിസ്ക്, അതായത് റിസ്ക് ഫാക്ടർ അത്രയ്ക്കില്ല, നേരത്തെ പറഞ്ഞതിന്റെ അത്രയ്ക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലോ നമുക്ക് അവിടെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ചെയ്യണം എന്നുള്ള സ്ഥലങ്ങളിൽ, അതായത് ഒരു ഉദാഹരണത്തിന് സ്കൂൾസ്, ബാങ്ക്, റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ്, ഇതിനകത്ത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് എല്ലാം നമുക്ക് ഒരു ഇഷ്യൂസ് ലൈറ്റിംഗ് സ്ട്രൈക്കുള്ള ഇഷ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ LPL 4ഉം, അതേപോലെ ലൈറ്റിംഗ് സ്ട്രൈക്കിന് ഇഷ്യൂസ് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ LPL 3 ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ലെവൽ 3 എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. ഈ ഡിസൈൻസിന് വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഫർദർ പോകുന്ന കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യാം. ഒരു എക്സ്റ്റേണൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ മൂന്ന് സിസ്റ്റംസ് വേണം. ഫസ്റ്റ് വൺ എയർ ടെർമിനൽ റോഡ്, അതായത് മുകളിൽ ആ ഫിഗറിനകത്ത് മുകളിലെ ഒരു റോഡ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്നിങ് റോഡ്. ആ ലൈറ്റ്നിങ് റോഡ് എന്ന് പറയുന്നതാണ് എയർ ടെർമിനേഷൻ സിസ്റ്റം. നമ്മൾ മുകളിൽ ഫിസിക്കലി ആ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ട്രക്ചറിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെക്കുന്നതാണ് ആ ലൈറ്റ്നിങ് റോഡ്. സെക്കൻഡ് വൺ താഴത്തേക്ക്, അതായത് ഈ ലൈറ്റ്നിങ് റോഡ് ലൈറ്റ്നിങ്ങിനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലൈറ്റ്നിങ് റോഡിൽ നിന്നുള്ള ഡിസിപ്പേഷൻ എർത്തിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഡൗൺ കണ്ടക്ടർ സിസ്റ്റം. തേർഡ് വൺ എന്ന് പറയുന്നത് എർത്ത് ടെർമിനേഷൻ സിസ്റ്റം ആണ്, അതായത് നമ്മൾ ഈ ലൈറ്റ്നിങ്ങിനെ ക്യാച്ച് ചെയ്തു, ആ ക്യാച്ച് ചെയ്തിട്ടുള്ള ലൈറ്റ്നിങ്ങിനെ വയറിലൂടെ, അതായത് ഡൗൺ കണ്ടക്ടർ സിസ്റ്റത്തിലൂടെ എർത്തിലേക്ക് മണ്ണിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്പേഷൻ കൊടുക്കുന്ന ഫൈനൽ എൻഡ് ആണ് എർത്ത് ടെർമിനേഷൻ സിസ്റ്റം.
ഇതില് ഫസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ ടെർമിനേഷൻ സിസ്റ്റം, അതായത് നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള എയർ ടെർമിനൽ റോഡ്, അത് എയർ ടെർമിനൽ റോഡ് ആവാം, അതായത് ഒരു മെഷ് ആവാം. ഈ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ വെച്ചിട്ടാണ് ഇത് തൊട്ടുള്ള കാൽക്കുലേഷൻ വരുന്നത്. അതായത് ഇനീഷ്യലി നമ്മൾ റോളിംഗ് സ്പിയർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ബട്ട് അതൊരു കോംപ്ലക്സ് ആണ്. നമ്മൾ സോളാറിലേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സോളാറോ പ്രൊട്ടക്ഷൻ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് റോളിംഗ് സ്പിയർ മെത്തേഡിൽ എന്നുള്ള ഒരു മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫിസിക്കൽ ആ സ്ട്രക്ചർ അല്ലാന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിന്റെ ഡയറക്റ്റ് സ്കെയിൽ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു രൂപം ഉണ്ടാക്കിയിട്ട് റോളിംഗ് ആയിട്ടുള്ള ഒരു സ്പിയർ അതും സ്കെയിൽ ചെയ്തിട്ടുള്ള ഒരു സ്പിയർ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ട്രക്ചറിന് മുകളിൽ റോൾ ചെയ്യുമ്പോൾ ഏതൊക്കെ പോയിന്റിൽ കോൺടാക്ട് വരുന്നു അവിടെയൊക്കെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് റോളിംഗ് സ്പിയർ മെത്തേഡ്. അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്, അതിലേക്ക് നമ്മൾ പോകണമെന്നില്ല. അതിന് പകരം പ്രൊട്ടക്റ്റീവ് ആംഗിൾ മെത്തേഡോ മെഷ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാം. ഈ പ്രൊട്ടക്റ്റീവ് ആംഗിൾ മെത്തേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈറ്റ്നിങ് റോഡ്, എയർ ടെർമിനൽ റോഡ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എയർ ടെർമിനൽ റോഡ് വെക്കുന്നതിനെയാണ് പ്രൊട്ടക്റ്റീവ് ആംഗിൾ മെത്തേഡ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു ലൈറ്റ്നിങ് അറസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ LPL 1 തൊട്ട് 4 വരെ നമ്മൾ വെക്കുന്നത് സെയിം ലൈറ്റ്നിങ് റോഡ് ആണെന്നുണ്ടെങ്കിലും ഈ സെയിം റോഡിന് തന്നെ പല പ്രൊട്ടക്ഷൻ ആംഗിൾസ് ആയിട്ടാണ് വരിക. അതായത് 1 ജനറലി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക 1 മീറ്റർ ആയിരിക്കും. നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് 6 മീറ്ററോ 7 മീറ്റർ വരെയൊക്കെ പോവാം. ഈ 1 മീറ്റർ ആയിട്ടുള്ള റോഡ് LPL 4 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 5 മീറ്റർ റേഡിയസ് കവറേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇതേ റോഡ് തന്നെ നമ്മളൊരു LPL 1 എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചർ LPL 1 ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ലെവൽ 1 വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് 3 മീറ്റർ റേഡിയസ് ആണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക. അതായത് ഒരു ലൈറ്റിംഗ് അറസ്റ്റ് വെച്ചിട്ട് എയർ ടെർമിനൽ റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 5 മീറ്റർ ചുറ്റളവാണ് അത് കവർ ചെയ്യുക. പിന്നെയുള്ളത് മെഷ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. മെഷ് മെത്തേഡ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊരു ഫ്ലാറ്റ് റൂഫോ അങ്ങനത്തെ സർഫസിലാണ് മെയിൻലി യൂസ് ചെയ്യുക. നമ്മളിപ്പോ ഒരു സോളാർ പാനലൊക്കെ വെച്ചിട്ടുള്ളതിന് മുകളിൽ സ്ട്രക്ചർ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിനകത്ത് മെഷ് മെത്തേഡിന്റെ ഒരു സൈസ് ഉണ്ട് 5x5, 10x10, 15x15, 20x20 എന്നുള്ള രീതിയിൽ 4 ഡയമെൻഷൻസ് കാണാം. ഈ 5x5 എന്ന് പറയുന്നത് 5 മീറ്റർ ഇൻറ്റു 5 മീറ്റർ ആണ്. ഈ LPL 1 ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള LPL 1, 2, 3, 4 അതാണ് ക്ലാസ് ഓഫ് LPS എന്ന് എഴുതിയിട്ടുള്ളത്. ആ LPL ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ലെവൽ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മെഷ്, അതായത് GI സ്ട്രിപ്പ് ആവാം, അലൂമിനിയം കണ്ടക്ടർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോപ്പർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോപ്പർ ബോണ്ടഡ് ആയിരിക്കാം, ഏത് മെറ്റീരിയൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ആ മെഷിനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ബട്ട് ഈ പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ട്രക്ചർ എപ്പോഴും ഈ മെഷിന്റെ താഴെ വേണം നിൽക്കാൻ. ഒരിക്കലും ഈ എയർ ടെർമിനൽ റോഡോ മെഷോ ഇതിന്റെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട സ്ട്രക്ചറിന്റെ താഴത്തേക്ക് വരാൻ പാടില്ല. എല്ലാം മെഷ് മുകളിലാണ് നിൽക്കേണ്ടത്. ഇതാണ് എയർ ടെർമിനൽ റോഡിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ. ഈ എയർ ടെർമിനൽ റോഡ് നമ്മളൊരു സോളാർ പാനലോ ഏതോ ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു അപ്ലയൻസോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ സോളാർ പാനലിന്റെയോ ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു കൂളറോ എന്തെങ്കിലും മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു സെപ്പറേഷൻ, ഒരു ഡിസ്റ്റൻസ് വേണം. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് എയർ ടെർമിനൽ റോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എയർ ടെർമിനൽ റോഡോ അതിന്റെ കണ്ടക്ടേഴ്സോ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ S എന്ന് കാണിച്ചിട്ടുള്ളത്, സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോ ഈ സോളാർ പാനലിലെല്ലാം ലൈറ്റ്നിങ് അറസ്റ്റിന്റെ ഏകദേശം ആ സ്ലോപ്പിങ്ങിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റ് വെക്കുക. കാരണം അതിന്റെ ഒരു ഷെയ്ഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ബാക്ക് സൈഡിൽ, അതായത് ടോപ്പ് മോസ്റ്റ് പോയിന്റിന്റെ പിൻഭാഗത്തായിട്ടാണ് ലൈറ്റ്നിങ് എയർ ടെർമിനൽ റോഡ് വെക്കുക. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ സെപ്പറേഷൻ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് മീൻസ് സഫീഷ്യന്റ് ആയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ സ്ട്രക്ചർ, സോളാർ പാനലിന്റെ സ്ട്രക്ചറോ അതല്ലാന്നുണ്ടെങ്കിൽ ആ മെറ്റാലിക് സ്ട്രക്ചറോ നമ്മൾ ഒരു കോപ്പർ കണ്ടക്ടർ ഉപയോഗിച്ചിട്ട് ഈ സ്ട്രക്ചറിലേക്ക്, അതായത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലേക്ക് ഇന്റർകണക്ട് ചെയ്യണം. ഇന്റർകണക്ട് ചെയ്താലാണ് ആ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. എങ്ങാനും ഒരു ഫ്ലാഷ് ഓവർ വന്നാലും ആ ലൈറ്റ്നിങ്ങിനെ എർത്തിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കണക്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇതൊരു ഗ്രൗണ്ട് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഈ ഗ്രൗണ്ട് മൗണ്ടഡ് സിസ്റ്റത്തിനകത്ത് ഡയറക്ട്ലി നമ്മൾ ഇതിന്റെ ഡൗൺ കണ്ടക്ടർ സെപ്പറേറ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കില്ല. ഡയറക്ട്ലി ആ സ്ട്രക്ചറിലേക്ക് നമ്മൾ ആ ലൈറ്റ്നിങ് അറസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചറിലേക്ക് തന്നെ നമ്മൾ എന്തായാലും ഗ്രൗണ്ട് മൗണ്ടഡ് സിസ്റ്റം വെക്കുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ GI സ്ട്രക്ചർ ആയിരിക്കും മിക്കവാറും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ GI സ്ട്രക്ചറിന്റെ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ ഒരു കണ്ടക്ടർ എടുത്തിട്ട് നമ്മൾ ഈ എർത്തിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇന്റർകണക്ട് ചെയ്യാണ് വേണ്ടത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോളാർ, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ സെപ്പറേഷൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഷാഡോ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കണക്ഷൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ആ ഷാഡോ എന്ന് പറയുന്നത് ഒരിക്കലും അപ്പുറത്തെ പാനലിന്റെ മുകളിലേക്ക് വരാൻ പാടില്ല.
ഇത്രയാണ് എയർ ടെർമിനൽ റോഡിനെ കുറിച്ചിട്ട് ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത് ഡൗൺ കണ്ടക്ടർ സിസ്റ്റം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ LPL1 തൊട്ടിട്ട് LPL4 വരെയുള്ള ആ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡൗൺ കണ്ടക്ടർ, എത്ര ഡൗൺ കണ്ടക്ടർ വേണം, എത്ര സ്പേസിംഗിലാണ് ഒരു ഡൗൺ കണ്ടക്ടർ വെക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അത് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ലെവൽ 4 എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഡൗൺ കണ്ടക്ടർ സിസ്റ്റം വെക്കേണ്ടത്. ഇത് തന്നെ LPL2 എന്നുള്ള രീതിയിലാണ്, LPL2 LPL1 ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 മീറ്റർ വരെ നമുക്ക് 10 മീറ്റർ ഉള്ളിൽ തന്നെ ഒരു ഡൗൺ കണ്ടക്ടർ സിസ്റ്റം വെക്കേണ്ടി വരും. അത് മാക്സിമം ഡൗൺ കണ്ടക്ടർ താഴത്തേക്ക് ഡൗൺ കണ്ടക്ടർ ഇറക്കുന്ന സമയത്ത് എഡ്ജസ് കണക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് അവിടെ ആയിരിക്കും ലൈറ്റ്നിങ് റിസ്ക് ചാൻസസ് കൂടുതലുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡൗൺ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, നമ്മളിപ്പോൾ ഇത് IS സ്റ്റാൻഡേർഡിന് എടുത്തിട്ടുള്ള ഒരു ചാർട്ടാണ്. ഡൗൺ കണ്ടക്ടർ യൂസ് ചെയ്യണ സമയത്ത് മിനിമം 50 സ്ക്വയർ mm ക്രോസ് സെക്ഷണൽ ഏരിയ വേണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി മെറ്റീരിയൽ. നമ്മൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താലും, അത് കോപ്പർ ആയാലും അലുമിനിയം ആയാലും കോപ്പർ ബോണ്ടഡ് ആയാലും GI ആയാലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയാലും, ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും 50 സ്ക്വയർ mm യൂസ് ചെയ്യണം. 50 സ്ക്വയർ mm എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ട് വരുമ്പോൾ 8 mm ഡയാമീറ്റർ ആണ് വരിക. അതെല്ലാം സ്ട്രിപ്പ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും 25/3, അതായത് 75 സ്ക്വയർ mm വരും. അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ 20/3 പ്യൂർ കോപ്പർ യൂസ് ചെയ്യുക. അത് ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 സ്ക്വയർ mm ക്രോസ് സെക്ഷണൽ ഏരിയ ആവണം ആ ഡൗൺ കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മുകളിൽ ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് എയർ ടെർമിനൽ റോഡ് മുകളിൽ ഇന്റർകണക്ട് ചെയ്യേണ്ടതും ഈ ക്രോസ് സെക്ഷണൽ മിനിമം ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ മാച്ച് ചെയ്തിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ വെച്ചിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് IS അല്ലെങ്കിൽ NBC രണ്ടിലും സെയിം ചാർട്ട് തന്നെയാണുള്ളത്. നാഷണൽ ബിൽഡിംഗ് കോഡ് ഇത് രണ്ടിലും ഉള്ള ഒരു ചാർട്ടാണ് നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ എർത്ത് ടെർമിനേഷൻ സിസ്റ്റം. നമ്മളിപ്പോൾ സേഫ് ആയിട്ട് എയർ ടെർമിനൽ റോഡ്സ് നമ്മൾ ഡിസൈൻ ചെയ്തു, ഡൗൺ കണ്ടക്ടർ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി എർത്തിലേക്ക് നമ്മൾ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്പേഷൻ നടന്നാലാണ് ആ ഒരു ലൈറ്റിങ്ങിനെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്പേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒരു പാർട്ട്ലി കംപ്ലീറ്റ് ആവുക. അതിൽ എർത്ത് ടെർമിനേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എർത്ത് ടെർമിനേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാം. ഒന്ന് ടൈപ്പ് A സിസ്റ്റം, രണ്ടാമത് ടൈപ്പ് B സിസ്റ്റം. ഈ ടൈപ്പ് A അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് അപ്ലിക്കേഷനോ അങ്ങനത്തെ സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ടൈപ്പ് എയിലേക്ക് പോകാം. ഈ ടൈപ്പ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള റോഡോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോഡോ പ്ലേസ് ചെയ്യുന്നതാണ് ടൈപ്പ് എ സിസ്റ്റം. ബട്ട് ടൈപ്പ് ബി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ അധികമുണ്ട്, ഒരു സെർവർ റൂംസ് ഒക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. അങ്ങനത്തെ ഏരിയാസിലെല്ലാം ടൈപ്പ് ബി എന്നുള്ള അറേഞ്ച്മെന്റിലേക്കാണ് പോകേണ്ടത്. അങ്ങനത്തെ ടൈപ്പ് ബി എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിനെ ഒരു 1/2 മീറ്റർ ഗ്യാപ്പിൽ 1.5 മീറ്റർ ഗ്യാപ്പിൽ 1/2 മീറ്റർ ഡെപ്തിൽ ഒരു കണ്ടക്ടർ ഫുൾ ആയിട്ട് പ്ലേസ് ചെയ്യുക. അതാണ് ടൈപ്പ് ബി സിസ്റ്റം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് എ എന്നുള്ളൊരു അറേഞ്ച്മെന്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം 1, 2, 3 and 4. ഈ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം 1, 2, 3 and 4 വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു ഗ്രാഫ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രാഫ് പ്രകാരം വെർട്ടിക്കൽ ആയിട്ടുള്ള താഴത്തേക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു റോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 500 ഓമീറ്റർ വരെ സോയിൽ റെസിസ്റ്റിവിറ്റിയിലുള്ളതിൽ 2.5 മീറ്റർ വെർട്ടിക്കൽ ആയിട്ട് താഴത്തേക്ക് പോകുമ്പോൾ 2.5 മീറ്റർ ഡെപ്ത് ഉള്ള റോഡാണ് യൂസ് ചെയ്യേണ്ടത്. അത് റോഡായാലും പൈപ്പ് ആയാലും ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് താഴത്തേക്ക് പോകുമ്പോൾ 2.5 മീറ്റേഴ്സ് ഡെപ്ത് വേണം. അതല്ല ഇത് നമുക്ക് 500 മീറ്റർ വരെയാണ് ഈ 2.5 മീറ്റർ. LPL 1 or 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും 1000 ഓമീറ്റർ സോയിൽ റെസിസ്റ്റിവിറ്റിനേക്കാളും കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഡെപ്ത് കൂടുതലായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതായത് 1000 മീറ്റർ ആകുമ്പോൾ LPL 2 ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ലെവൽ 2 5 മീറ്റേഴ്സും 2000 ഓമീറ്റർ ആവുന്ന സമയത്ത് 15 ഓമീറ്റേഴ്സും. സാധാരണ രീതിയിൽ അങ്ങനെ വരാറില്ല. നമ്മൾ കാൽക്കുലേറ്റ് 2.5 മീറ്റേഴ്സ് ആണ് മിക്കവാറും LPL 3 അല്ലെങ്കിൽ LPL 4 വരുള്ളൂ. ബട്ട് അത് അവിടുത്തെ സോയിൽ റെസിസ്റ്റിവിറ്റി എടുത്ത് മെഷർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് അതിനാണ് കൂടുതൽ സോയിൽ റെസിസ്റ്റിവിറ്റി ഉണ്ടാവുന്നുള്ള ഏരിയാസിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ലെങ്ത് കൂടുതൽ പോകേണ്ടി വരും. ഇതാണ് ടൈപ്പ് എ എർത്തിങ് അറേഞ്ച്മെന്റിനെ കുറിച്ചിട്ട്. നമ്മൾ ഈ ഒരു ലെങ്ത് നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എർത്തിങ് സിസ്റ്റം ചെയ്തു, ചിലപ്പോൾ നമ്മൾ 2 മീറ്ററോ ചെയ്യാൻ പറ്റുള്ളൂ, ജസ്റ്റ് അവിടെ താഴെ പാറയോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ലെങ്ത് മീറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ കിട്ടുന്ന എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ 10 ഓംസിനേക്കാളും താഴെ ആയിരിക്കണം. ഓരോ കൊല്ലം നമ്മൾ അത് ചെക്ക് ചെയ്യും വേണം. അതായത് എർത്തിങ് സിസ്റ്റം പ്രോപ്പർ അല്ലേ എന്നുള്ളത് ഓരോ കൊല്ലം നമ്മൾ ചെക്ക് ചെയ്യും വേണം. ഇതാണ് ടൈപ്പ് എ എർത്തിങ് അറേഞ്ച്മെന്റിനെ കുറിച്ചിട്ട്. ഇനി ടൈപ്പ് ബി എന്ന എർത്തിങ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചറിനെ ചുറ്റും 1 മീറ്റർ ഗ്യാപ്പില് 1/2 മീറ്റർ ഡെപ്തിലാണ് നമ്മൾ ആ റിങ് പ്ലേസ് ചെയ്തിട്ടുള്ളത്.
അതായത് അവിടെ യൂസ് ചെയ്യുന്ന കണ്ടക്ടർ ഒരു മീറ്റർ ഗ്യാപ്പ്, ബിൽഡിങ്ങിനായിട്ട് 1 മീറ്റർ സെപ്പറേഷൻ ഡിസ്റ്റൻസും വേണം, 1/2 മീറ്റർ ഡെപ്തിലായിരിക്കണം നമ്മുടെ കണ്ടക്ടർ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പുറത്തുനിന്നുള്ള, അതായത് മണ്ണിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലൈറ്റ്നിങ് സ്ട്രൈക്ക് പുറത്തിലൂടെ ആവാം, ജസ്റ്റ് സ്ട്രക്ചറിന്റെ മുകളിൽ തന്നെ ആവണമെന്നില്ല, അതിന്റെ പുറത്തു കൂടെ ലൈറ്റ്നിങ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റിംഗ് എർത്ത് എന്നുള്ള രീതിയിൽ, റിംഗ് എർത്ത് എന്ന് പറയും, ടൈപ്പ് ബി എർത്ത്, റിംഗ് എർത്ത് എന്ന് പറയും, റിംഗ് എർത്ത് എന്നുള്ള രീതിയിലുള്ള ഡിസൈൻ നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഈ കണ്ടക്ടേഴ്സ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിലും കണ്ടക്ടേഴ്സിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലാന്നുണ്ടെങ്കിൽ ഡയാമീറ്റർ ആണ് നമ്മൾ ഈ ചാർട്ടിലുള്ളത്. ഈ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 mm ഡയാമീറ്റർ ഉള്ള റോഡാണ് വേണ്ടത്. കണ്ടക്ടർ സൈസ്, അതായത് ഡൗൺ കണ്ടക്ടർ സൈസ് 50 square mm ആണ് കോപ്പർ ആണെന്നുണ്ടെങ്കിൽ. ഹോട്ട് ഡിപ്പ് ഗാലനൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 25 mm ആണ് വരിക. സോളിഡ് റോഡ് ആണെന്നുണ്ടെങ്കിൽ 14 mm. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ ലെങ്ത് എല്ലാം നമ്മൾ നേരത്തെ കണ്ടു, അതായത് 2.5 meters ആണ് ലെങ്ത് വരിക. അതുപോലെ ബെയർ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ റോഡ് നമുക്ക് എർത്തിലേക്ക് ബെയർ സ്റ്റീൽ യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് ആ സൈഡ് ഫുള്ള് ബ്ലാങ്ക്. ബട്ട് നമുക്ക് ഡൗൺ കണ്ടക്ടർ ആയിട്ട് വരുമ്പോൾ ആ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടി അവിടെ. ഇനി കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ മിനിമം 14 mm ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ട എർത്ത് റോഡിന്റെ ഡയാമീറ്റർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ 15 mm. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇതല്ലാണ്ട് നമ്മുടെ SPD അഥവാ സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും കൂടി ഉണ്ട്. അതായത് ഇന്റേണൽ ആയിട്ട് വരുന്ന ലൈറ്റ്നിങ്ങിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു സർജ് സ്ട്രൈക്കുകളോ സർജസ് എക്സ്ട്രാ വരാൻ, നമ്മൾ ലൈറ്റിംഗ് എക്സ്റ്റേണൽ അല്ലാണ്ട് തന്നെ നമ്മുടെ ലൈറ്റിലൂടെയോ വേറെ ഏതെങ്കിലും മീൻസിലൂടെയോ സർജസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനെ ജസ്റ്റ് ഒരു ട്രിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് മാത്രമാണ് ഈ നമ്മുടെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ സർജ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള അപ്ലിക്കബിൾ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള IS, IEEE, UL, NBC എന്നുള്ള സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് ഫുള്ള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ് മിസ്റ്റർ സഞ്ജിത്തിന്, ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇതിൽ എർത്തിങ് അതേപോലെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആസ് പെർ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സുകൾ പ്രകാരമാണ്. ഇതിൽ വരുന്ന മേജർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന IS 3043 എർത്തിങ് എന്നുള്ള രീതിയിലാണെങ്കിൽ, അതേപോലെ സോളാർ ഫോട്ടോവോൾട്ടേക് PV പവർ സപ്ലൈ സിസ്റ്റംസ് ആണെങ്കിൽ മേജറായിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന IEC 60364-7 എന്നുള്ള രീതിയിലാണ്. പിന്നെ അതേപോലെ NFPA, അതേപോലെ NEC 250 എന്നുള്ള രീതിയിലാണ്. അല്ലാതെ വേറൊരു ഡോക്യുമെന്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും സോളാർ PV സിസ്റ്റത്തിൽ എർത്തിങ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. ആസ് പെർ KSB സ്പെക്കും അനേർട്ടിന്റെ സ്പെക്കും കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് എർത്തിങ് അതേപോലെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഒരു PV സിസ്റ്റത്തിനും, അതേപോലെ എർത്തിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, സോളാർ PV സിസ്റ്റത്തിലെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അപ്പോൾ എങ്ങനെയാണ് മെറ്റീരിയൽ സെലക്ഷൻ ചെയ്യുന്നത്, അതിൻ്റെ മിനിമം ഡയമെൻഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രാക്ടിക്കൽ അപ്രോച്ച് എന്തൊക്കെയാണ്, അതിൻ്റെ മേജർ ഡയമെൻഷൻസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഐ ആം ഹാൻഡിങ് ഓവർ ദ സെക്ഷൻ ടു മിസ്റ്റർ സഞ്ജിത്ത്. താങ്ക്സ്, നല്ലൊരു ഇതായിരുന്നു. നമുക്ക് എന്നാൽ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് കിടക്കാം. അവർക്ക് ചില ഡൗട്ട്സ് ഒക്കെ കാണും, അതൊന്ന് കവർ ചെയ്യാം. ഓക്കെ, ചോദിച്ചോളൂ. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ നമുക്ക് നമ്മുടെ ഒരു എർത്തിങ് സിസ്റ്റത്തിലുള്ള എർത്തിങ് നോക്കാം, നമ്മുടെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബൾബ് ഉപയോഗിച്ചിട്ടോ, ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു മൾട്ടിമീറ്റർ തന്നെ ഉപയോഗിച്ചിട്ടോ എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ എർത്ത് പെർഫെക്റ്റ് ആണോ, അത് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ആണോ എന്ന് നോക്കാനായിട്ട് എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള മാർഗമുണ്ടോ? ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ബൾബ് വെച്ചിട്ട് അത് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂഷ്വലി എർത്തിങ് പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് യൂഷ്വലി അത് ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ നമുക്കത് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ആക്ച്വൽ ആസ് പെർ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ എർത്തിങ്ങിൻ്റെ വാല്യൂ മെഷർ ചെയ്യുകയാണെങ്കിൽ വെന്നേഴ്സ് 3 point മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വെന്നേഴ്സ് 3 point മെത്തേഡ് അല്ലെങ്കിൽ ഫോളോ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് 81.6 എന്നുള്ള രീതിയിലാണ് യൂഷ്വലി എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത്.
അത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഈ ബൾബ് വെച്ചിട്ട് പറഞ്ഞു. അത് സിമ്പിൾ, നമുക്കത് എങ്ങനെയാണ് അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാ നോക്കേണ്ടത്, എങ്ങനെയാ കണക്ഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ളതല്ല, അല്ലാതെ നമുക്ക് ഒരു ലേമൻ എന്ന രീതിയിൽ നമ്മുടെ എർത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷന് വിളിക്കേണ്ടത് അറേഞ്ച് ചെയ്യാലോ. അപ്പൊ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് ഇതിനകത്ത് ഒരു ഇത് ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇത് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ആണ് എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റാൻഡേർഡ് പ്രകാരം ആയിരിക്കില്ല, എന്നാലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സാറിന്റെ ഒരു ഇതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. രണ്ട് രീതിയിലും പറയുകയാണെങ്കിൽ സാർ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞത്, ഒന്നാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ്. അതായത് നമുക്ക് ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബൾബ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എർത്തിങ് പ്രോപ്പർ ആണെന്നുള്ള രീതിയിലാണ് നമ്മളൊരു അസംഷനായിട്ട് വരുന്നത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ന്യൂട്രലും അതേപോലെ എർത്ത് തമ്മിലുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ വോൾട്ടേജിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി 30 വോൾട്ടിനെക്കാട്ടിയും കുറവായിരിക്കണം. ഒരു 5 വോൾട്ട് താഴെയാണ് ഒരു നല്ല രീതിയിലോട്ടേക്ക് വരിക. നമുക്ക് അക്സെപ്റ്റബിൾ ലിമിറ്റ് ആയിട്ട് 30 വോൾട്ട് വരെ അത് മെൻഷൻ ചെയ്യാറുണ്ട്. ഈ രണ്ട് മെത്തേഡാണ് ആക്ച്വലി നമ്മൾ സ്റ്റാൻഡേർഡുകൾ അല്ലാത്ത രീതിയിൽ നമുക്കൊരു ലേമൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പരീക്ഷിക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ, താങ്ക് യു. ഹലോ സാർ, ഈ എർത്ത് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ? എർത്ത് റെസിസ്റ്റൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം? എർത്ത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി 3 പോയിന്റ് മെത്തേഡ് എന്നുള്ള രീതിയിലൊരു മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. അതിന് വേണ്ടി ഒരു മെഗർ വേണം, അതേപോലെ 3 ഇലക്ട്രോഡ്സ് വേണം. ഇലക്ട്രോഡ്സ് നമ്മൾ ഈ ഒരു എർത്ത് ടെർമിനലിനകത്തുനിന്ന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ 3 ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുക. യൂഷ്വലി ഒരു 10 മീറ്റർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 20 മീറ്റർ എന്നുള്ള രീതിയിൽ. മൂന്നാമത് ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഏകദേശം 50 മീറ്റർ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലോട്ടേക്ക് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കും. മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെഗറിൻ്റെ മുകളിൽ 4 ടെർമിനൽ ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് C1 എന്ന് പറയുന്ന ടെർമിനലാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് P1 എന്ന് പറയുന്ന ടെർമിനലാണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് P2 എന്ന് പറയുന്ന ടെർമിനലാണ്, നാലാമത്തെ എന്ന് പറയുന്നത് C2 എന്ന് പറയുന്ന ടെർമിനലാണ്. ഇതിൽ C1 C2 എന്ന് പറയുന്നത് കറണ്ട് ടെർമിനലാണ്, P1 P2 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ടെർമിനലാണ്. അതായത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് R=V/I എന്ന് പറയുന്ന മെത്തേഡാണ്. അത് വോൾട്ടേജ് മെഷർ ചെയ്യും, വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് എന്നുള്ള രീതിയിൽ. ഇതിൽ 3 പോയിന്റ് മെത്തേഡ് ആവുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി C1ഉം അതേപോലെ P1ഉം കൂടി ഷോർട്ട് ചെയ്യും. ആ ഒരു ടെർമിനൽ നേരെ നമ്മളുടെ അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന എർത്ത് ഇലക്ട്രോഡിലോട്ടേക്ക് കൊടുക്കും. ദെൻ രണ്ടാമത്തെ ടെർമിനലിൽ നമ്മളൊരു 10 മീറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിലോട്ടേക്ക് നമ്മൾ കൊടുക്കും, രണ്ടാമത്തെ ടെർമിനൽ. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇവിടത്തേക്ക് കണക്ട് ചെയ്യും. ഈ രീതിയിലാണ്, ഇതാണ് 3 പോയിന്റ് മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് യൂഷ്വൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒന്നാമത്തെ ഇലക്ട്രോഡും അതേപോലെ ഈ മൂന്നാമത്തെ ഇലക്ട്രോഡും തമ്മിൽ ഏകദേശം ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ദെൻ അതിൻ്റെ ഒരു 61.8% എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇലക്ട്രോൺ ഡിസ്റ്റൻസ് വരിക. ഇതിൻ്റെ 61.8 ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് ഈ മിഡിലെ ഇലക്ട്രോഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അടിയൊക്കെയാണ് നമ്മൾ യൂഷ്വലി അടിച്ച് ഇറക്കാറുള്ളത്. ദെൻ യൂഷ്വൽ പ്രാക്ടീസ് പ്രകാരം നമ്മൾ ഒരു ഡയറക്ഷനിൽ നമുക്കൊരു എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടി, ദെൻ അതാണ് ഫൈനൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. യൂഷ്വലി ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലോട്ടേക്ക് നമ്മൾ ഈ ഒരു റീഡിംഗ് എടുക്കും. ദെൻ എവിടെയാണോ നമുക്ക് സ്റ്റേബിളായിട്ട്, ഇപ്പോൾ 1, 2, 3 റീഡിംഗ് എടുത്ത സമയത്ത് നമുക്ക് ഏകദേശം നിയർ ബൈ വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ വാല്യൂസ് എടുക്കാറുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. സാർ, നമുക്ക് ഈ ഒരു സംശയം ചോദിക്കുകയാണ് സാർ, നമുക്ക് ഈ ഇക്വി പൊട്ടൻഷ്യൽ ബോണ്ടിങ് ഈ സോളാറിൽ പ്രാവർത്തികമാണോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എർത്തിങ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ മുതൽ എർത്തിങ് ഒക്കെ ചെയ്യുന്നത് ഇക്വി പൊട്ടൻഷ്യൽ ബോണ്ടിങ് വേണമെന്നാണ് ശരിക്കും.
പക്ഷേ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്ങിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നമ്മളിപ്പോൾ ചെയ്യുന്നതല്ല, ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് വഴി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേങ്കിൽ അതിന് നമുക്ക് ഏറ്റവും ചെയ്യുന്ന സമയത്ത് അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ ഡിസൈന് വേണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേങ്കിൽ ഡീറ്റെയിൽഡ് ആയി ഡിസൈൻ ചെയ്തിട്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ. ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്ങിന്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ് സാർ? അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്ങിന് വരുമ്പോൾ? എങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ്ങിന് വരുമ്പോഴത്തേക്കിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഡൗൺ കണ്ടക്ടേഴ്സിന്റെ ആയാലും എർത്തിങ്ങിന്റെ കാര്യത്തിലായാലും എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ടോ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് ചെയ്യുമ്പോൾ? ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആസ് പെർ IS 3043 പ്രകാരം തന്നെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ഫ്ലോർസ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഇക്വിപൊട്ടൻഷ്യൽ MET എന്നുള്ള രീതിയിൽ മെയിൻ ഇക്വിപൊട്ടൻഷ്യൽ ടെർമിനൽ ഉണ്ടാവും. അതേപോലെ ഓരോ ഫ്ലോറിലും നമുക്ക് സബ് ഇക്വിപൊട്ടൻഷ്യൽ ടെർമിനൽ കൂടി ഉണ്ടാവും. ഇത് ഒരു 3 ഫ്ലോർ ബിൽഡിംഗ് ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരു സബ് ഇക്വിപൊട്ടൻഷ്യൽ ടെർമിനൽ ഉണ്ടാവും. ദെൻ സെക്കൻഡ് ഫ്ലോറിൽ ഇപ്പോൾ ഇത് നോക്കുക, ഇതൊരു 2 ഫ്ലോർ ബിൽഡിംഗ് ആണ്. സോ ഇവിടെ വരുന്നിരിക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ ടെർമിനലിലോട്ടേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ദെൻ അവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴെ ഗ്രൗണ്ട് ലെവലിൽ നമ്മളൊരു മെയിൻ ഇക്വിപൊട്ടൻഷ്യൽ ടെർമിനലുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ എല്ലാ കണ്ടക്റ്റീവായിട്ട് വരുന്ന എല്ലാ മെറ്റാലിക് പാർട്സും അല്ലെങ്കിൽ എല്ലാ കണ്ടക്റ്റീവായിട്ട് വരുന്ന പാർട്സിനെയും ഞാൻ നേരെ എന്ത് ചെയ്തു, ഈ ഒരു മെയിൻ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് അല്ലെങ്കിൽ മെയിൻ ഇക്വിപൊട്ടൻഷ്യൽ ടെർമിനലിലോട്ടേക്ക് കണക്ട് ചെയ്തു. ദെൻ അവിടെ നിന്നാണ് പിന്നെ എർത്തിങ്ങിലോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ സ്ഥലത്തുനിന്നും, അതായത് ഓരോ ഫ്ലോറിലെയും പൊട്ടൻഷ്യൽ എല്ലാം ഇക്വിപൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിലാക്കിയിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് അവിടെ എവിടെയും ഏത് മെറ്റാലിക് ബോഡി എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവിടുന്ന് മുകളിൽ നിന്ന് ഡിസൈൻ ചെയ്ത് താഴത്തോടെ കൊണ്ടുവരുന്നത്. സോ അങ്ങനെയുള്ള കേസുകളിൽ അവിടുത്തെ എർത്തിങ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കും. അവിടെ ഉണ്ടാവുന്ന ഫോൾട്ട് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് പരമാവധി കുറവായിരിക്കും. ഇതാണ് ഏറ്റവും എഫിഷ്യൻറ്റ്, ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്. പക്ഷേങ്കിൽ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈൻ ഇല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ഹാംഫുൾ ആയിട്ട് വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. സാറ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ എർത്തിങ്ങിന്റെ പ്രധാന പ്രയോജനം സേഫ്റ്റിയാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഈ എർത്തിങ്ങിന്റെ പ്രോബ്ലം കൊണ്ട് ആൾക്കാർക്ക് ഷോക്ക് അടിച്ചു മരിച്ചു എന്നുള്ളതിന് കൂടുതൽ നമ്മൾ എക്യുപ്മെന്റ് ഫെയിലിയറെ പറ്റിയാണ് കേൾക്കുന്നത്. അപ്പൊ എർത്തിങ് യഥാർത്ഥത്തില് സേഫ്റ്റി ആണോ അതിൻ്റെ അകത്ത് പ്രാധാന്യം, അതോ എക്യുപ്മെന്റിന്റെ സേഫ്റ്റി ആണോ പ്രധാനം? സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും വരും. ഇപ്പോൾ എക്യുപ്മെന്റ് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീപ്ലേസ് ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ രണ്ടും കൂടി അതിനകത്ത് വരും. എക്യുപ്മെന്റ് എന്നുള്ള രീതിയിലും വരും, നമ്മുടെ ലൈഫ് എന്നുള്ള രീതിയിലും. അതായത് നമ്മൾ മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എക്യുപ്മെന്റ് അല്ല, നമ്മുടെ ലൈഫ് എന്നുള്ള രീതിയിലാണ്. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം ഈ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റലേഷൻസിലൊന്നും എർത്തിങ് മോശമായിരുന്നു, അതുകൊണ്ട് ആൾക്ക് ഷോക്ക് അടിച്ചു അല്ലെങ്കിൽ അപകടം പറ്റി എന്നുള്ള വാർത്തകൾ കുറവാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് എർത്തിങ് മോശമായിരുന്നു, അതുകൊണ്ടാണ് ഇൻവെർട്ടർ ഫെയിൽ ആയത് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. അത് സാർ ചോദിച്ചത് കറക്റ്റ് തന്നെയാണ്. അതിൽ നമുക്ക് ആക്ച്വലി ഈ ഒരു പവർ ക്വാളിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ, നമുക്ക് പ്രോപ്പർ എർത്തിങ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പവർ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പം പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഇൻവേർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് KCBക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹാർമോണിക് ജനറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ KCB പരമാവധി ഇൻവേർട്ടേഴ്സിനും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി വന്ന സമയങ്ങളിൽ KCB അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു എർത്തിങ് എന്ന് പറയുന്നതും നമ്മൾ അവിടുത്തെ പവർ ക്വാളിറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഈ സേഫ്റ്റി എന്ന് പറയുന്ന രണ്ടുമുണ്ട്. എക്യുപ്മെന്റ്സ് എന്നുള്ള രീതിയിലും വരുന്നുണ്ട്, അതേപോലെ നമ്മൾ മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മളൊരു ഹ്യൂമൻ ലൈഫ് എന്നുള്ള രീതിയിലാണ്. ഒരു നിമിഷം സാറേ, സോളാറിനാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഇൻവേർട്ടേഴ്സ് ആകുമ്പോഴത്തേക്കിന് ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഈ ഇൻവേർട്ടേഴ്സ് ഓൺ ആവുകയുള്ളൂ. അത് എർത്ത് പ്രോപ്പർ അല്ലെങ്കിൽ ആ ഇൻവേർട്ടേഴ്സ് ഓൺ ആവില്ല. അപ്പൊ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ടോ? എങ്ങനെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്ന രീതിയിലാണ്? അതായത് നമ്മളുടെ ഇൻവേർട്ടേഴ്സ്, അതായത് ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ്, അതിനകത്തില്
ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യും. അതായത് ഈ സാധനത്തിന്റെ പോസിറ്റീവ് എർത്താണ്, ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. നമ്മളുടെ ഈ പറഞ്ഞ ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സിന്റെ പോസിറ്റീവ് സൈഡ് എർത്ത് ചെയ്തിരിക്കുകയാണ്, ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, അപ്പൊ അതുകൊണ്ട് ഇത് അത് എർത്ത് പ്രോപ്പർ ആണോ എന്ന് നമ്മളുടെ മെഷീൻ തന്നെ ചെക്ക് ചെയ്യും. അതായത് ഇൻസുലേഷൻ റിസോ എന്നാണ് അതിന് എഴുതിയിരിക്കുന്നത്. അത് ചില കൂടിയ ഇൻവേർട്ടേഴ്സിനകത്തിലൊക്കെ കാണാറ്. അപ്പൊ അത് നമ്മളുടെ എർത്ത്, അതായത് AC എർത്ത് അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എർത്ത് പ്രോപ്പർ ആണോ എന്ന് ഒരു പൊട്ടൻഷ്യൽ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് സെൻഡിങ്ങിന്റെ നിന്ന് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് ആ വാല്യൂവിന്, പെർമിസിബിൾ വാല്യൂവിന് അതായത് ഇപ്പൊ ഒരു 5 ഓം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 10 ഓം വരെ ഇത് വിസ്റ്റാൻഡ് ചെയ്യും. അതിൽ മണ്ടയ്ക്കാണെങ്കിൽ ഇത് ഒരിക്കലും ഇൻവെർട്ടർ ഓൺ ആകില്ല. അത് റിസോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്, നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മളുടെ ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് ഓൺ ആവുകയുള്ളൂ. അപ്പം ചിലടത്ത് ഇൻവെർട്ടർ ഓൺ ആകാത്തതിന് കാര്യം തിരക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു റീസൺ കൂടെ ഉണ്ട്. AC എർത്ത് പ്രോപ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് ഓൺ ആകാറില്ല. അത് ഈ SMA, ABB, ഫ്രോണിസ് അങ്ങനെയുള്ള ഇൻവേർട്ടേഴ്സ് ആണ് കൂടുതൽ ഇത് ചെക്ക് ചെയ്യുന്നത്. ലോക്കലായിട്ടുള്ള ചൈനീസ് ഇൻവേർട്ടേഴ്സ് ഒന്നും ചെക്ക് ചെയ്യാറില്ല. അല്ല, ഇൻവേർട്ടേഴ്സിന്റെ മാത്രമല്ല, ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കേട്ടത് ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് യൂണിറ്റ് ഒക്കെ ആണെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ എർത്തിങ് പ്രോപ്പർ അല്ല, അപ്പൊ നമ്മൾ വണ്ടികളുടെ ചാർജിങ്, ഇലക്ട്രിക് വെഹിക്കിളിന്റെ ചാർജിങ് നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക് അതിനകത്തൊരു സെൻസർ ഉണ്ട്. സോ അത് എർത്തിന്റെ വാല്യൂ പ്രോപ്പർ ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചാർജിങ് നടക്കുന്നുള്ളൂ രീതിയിൽ പറഞ്ഞു. അതെ, റിസോ ചിപ്പാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ DC സൈഡ് വരുന്നതുകൊണ്ട്, DC സൈഡിൽ കാരണം നമുക്ക് DC ഇഞ്ചക്ഷൻ വരാറുണ്ട്. അപ്പൊ DC ഇഞ്ചക്ഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, കാരണം നമുക്കിപ്പം DC to AC കൺവേർഷൻ വരുന്നതുകൊണ്ട്, അപ്പൊ DC ഇഞ്ചക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്രൗണ്ടിങ് വരുന്നത്. അപ്പൊ ആ ഗ്രൗണ്ടിങ് പ്രോപ്പർ ആയിട്ട് അവിടെ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിക്സിന്റെ ഇത് ഡിസ്ട്രോഷൻ ഭയങ്കരമായിട്ട് വരും, DC ഇഞ്ചക്ഷൻ വരും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ എർത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ റിലേക്ക് ഇത് 01 എന്നുള്ള ഒരു കമാൻഡ് കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിപ്പോ ഈ DC സൈഡിലുള്ള വലിയ എക്യുപ്മെന്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്, റിസോ ചെക്ക് ചെയ്തിട്ടാണ്. DC സൈഡിൽ വരുന്ന രീതിയിലല്ലേ? അത് DC സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻവെർട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ AC ആയിട്ടാണ് സാധാരണ എല്ലാവരും കണക്ക് കൂട്ടുന്നത്. പക്ഷെ അതിനകത്തിൽ ഒരു DC സൈഡും ഉണ്ട്. കാരണം DCയുടെ ഒരു ഗ്രൗണ്ടിങ് വരുന്നുണ്ട്, AC സൈഡിലെ ഗ്രൗണ്ടിങ് വരുന്നുണ്ട്, AC സൈഡിലെ എർത്തിങ് വരുന്നുണ്ട്, അപ്പം പിന്നെ ബോഡി എർത്തിങ് വരുന്നുണ്ട്. അപ്പൊ ഇതിന് ഈ പറഞ്ഞ മാതിരി സെപ്പറേഷൻ ഇല്ല. അതിനകത്ത് നിന്ന് ഓൾറെഡി വരുന്നതെന്ന് പറഞ്ഞ ഒരു കോമൺ എർത്താണ്, 2 എർത്ത് വരുന്നത് ഒരു കോമൺ ആണ്. അപ്പൊ അതുകൊണ്ട് അത് ആ ഒരു വേ കൂടെ വിടുകയുള്ളൂ, ഇതിനെ ആ ഒരു പാത്തി കൂടെ വിടുകയുള്ളൂ. അപ്പൊ ആ ഒരു പാത്തി കൂടെ ഇത് സെൻഡ് ചെയ്തിട്ട് ഇവനെ ചെക്ക് ചെയ്യും, ഇത് പ്രോപ്പറായിട്ട് ഇത്ര ഓം കിട്ടുന്നുണ്ടോ, അത് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെർട്ടറിനകത്ത് ഒരു കമാൻഡ് കൊടുക്കുകയുള്ളൂ. സാർ അതുപോലെ തന്നെ 50 കിലോവാട്ടിന് താഴെ AC-ക്ക് 1, DC-ക്ക് 2, ലൈറ്റ്നിങ് 1, അങ്ങനെ 4 എർത്തിങ് ആണ് സാർ പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞതല്ല, ഇത് ആക്ച്വലി KCB സൗരയുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ആണ്. അതെ, ഈ എർത്തിങ് തമ്മിൽ ലിങ്ക് ചെയ്ത് ഇത് തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ വേണോ, ആവശ്യമുണ്ടോ? അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ അത് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? താഴെ എർത്ത് പെറ്റിന്റെ സമീപത്താണോ അതോ അതിന് മുകളിൽ തന്നെയാണോ? അതൊന്ന് വിശദീകരിച്ചാൽ വേണ്ടി. ഇത് നമുക്ക് ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ആക്ച്വലി 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് വഴി ഓരോ ഫ്ലോറിലും ഇതേപോലെ സബ് ഇക്വിപൊട്ടൻഷ്യൽ ടെർമിനൽ കണക്ട് ചെയ്തിട്ട് മെയിൻ ഇക്വിപൊട്ടൻഷ്യൽ ടെർമിനലോട്ട് കൊണ്ടുവന്നു അവിടുന്ന് ഡിഫറെൻറ്റ് എർത്ത് റോഡിലോട്ടേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാം. അല്ലാത്ത കേസുകളിൽ നമ്മൾ ഗ്രൗണ്ട് ലെവൽ തന്നെ താഴത്ത് നിന്നുള്ള രീതിയിൽ മെയിൻലി KCB റെക്കമെൻഡ് ചെയ്യുന്നത് 25/6 GI സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ എത്രയാണോ എർത്ത് പിറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് അത്രയും എർത്ത് പിറ്റുകൾ ഇന്റർ കണക്ട് ചെയ്യണമെന്നാണ് KCB റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിലൊരു എക്സാമ്പിൾ പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ എർത്ത് പിറ്റ് ഉണ്ടാവും, അതേപോലെ ബാക്കിയുള്ള നമ്മൾ ഈ സോളാറിന്റെ കേസ് ആണെങ്കിൽ ബാക്കിയുള്ള എർത്ത് പിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടി പാടുണ്ടോ, ഇന്റർ കണക്ട് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള രീതിയിലാണ് പലരും നമ്മൾ ചോദിക്കുന്നത്. യൂഷ്വലി ആസ് പെർ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം, നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ഇത് പ്രകാരമാണെങ്കിൽ യൂഷ്വലി ഈ എർത്ത് പിറ്റുകൾ തമ്മിൽ നമുക്ക് ഇന്റർ കണക്ട് ചെയ്യാം.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂഷ്വലി അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി 3 മീറ്റർ ഒക്കെയാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു എർത്ത് പിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ഓം ആണെങ്കിൽ, എസ്യൂം ചെയ്യുക 10 ഓം ആണെങ്കിൽ, അവിടെ ഒരു 100 കിലോ ആംബിയർ ഒരു നമുക്ക് ലൈറ്റ്നിങ്ങിന്റെ ഒരു കറണ്ട് എന്ന് പറയുന്ന ഏകദേശം ഒരു മാക്സിമം എന്ന് പറയുന്നത് 200 കിലോ ആംബിയർ ആണ്. അതും വേണ്ട ഒരു 100 കിലോ ആംബിയർ കറണ്ട് അതിലേക്ക് കൂടി ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു പൊട്ടൻഷ്യൽ റൈസ് എന്ന് പറയുന്നത് 100 into 10 എന്ന് പറയുന്ന ഏകദേശം 1000 കിലോ വോൾട്ട് എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിന്റെ ഒരു പൊട്ടൻഷ്യലാണ് ഇത്രയും വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് ബാക്കിയുള്ള എർത്തിങ് അവിടെ വന്നിരിക്കുന്നത്. സോ അവിടെ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു. സോ ഒബ്വിയസ്ലി ആസ് പെർ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമുക്കത് ഇന്റർകണക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിൽ KSCB അത് പല സ്ഥലങ്ങളിലും KSCB അത് പെർമിറ്റ് ചെയ്യാറില്ല. സാറേ അപ്പൊ ഇന്റർകണക്ട് ചെയ്യാൻ പാടില്ല എന്നാണോ KSCB നിർദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, ഇതിൽ നമ്മുടെ KSCB സൗര എന്നുള്ള രീതിയിൽ നമുക്കത് ഇന്റർകണക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് KSCB പറഞ്ഞിരിക്കുന്നത്. ആ 4 പിറ്റുകളും കൂടി ഇന്റർകണക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഈ പിറ്റിന്റെ അടുത്ത് വെച്ച് തന്നെ എർത്ത് റോഡുകൾ തമ്മിൽ വേറെ ഒരു സ്ട്രിപ്പ് ഇട്ടിട്ട് അങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ലിങ്ക് ചെയ്യാം. അത് നമ്മൾ മണ്ണിന്റെ അടിയിൽ തന്നെ KSCB റെക്കമെൻഡ് ചെയ്യുന്നത് 25/6 സ്ട്രിപ്പ് എന്നുള്ള രീതിയിലാണ്. അത് വെച്ചിട്ട് ഈ എർത്ത് റോഡുകൾ ഇന്റർകണക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എർത്ത് റോഡിന്റെ ലെവലിൽ തന്നെ നമ്മൾ വേറൊരു ടെർമിനൽ ലിങ്കോ വേറെ എർത്ത് ബെഞ്ചിന്റെ ആവശ്യമില്ല. എർത്ത് റോഡിന്റെ ലെവലിൽ തന്നെ ഇന്റർകണക്ട് ചെയ്യാന്ന പറഞ്ഞത്. ഹലോ ചോദിച്ചോളൂ. സോറി, നെറ്റ് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോറി. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, ചോദിച്ചോളൂ. എന്തെങ്കിലും ചോദ്യം? സാർ ഒരു സംശയം. സാർ നേരത്തെ പറഞ്ഞത് പൈപ്പ് എർത്തിങ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. ഈ പ്ലേറ്റ് എർത്തിങ്ങിനേക്കാളും ബെറ്റർ പൈപ്പ് എർത്തിങ് ആണെന്ന് പറഞ്ഞു. സാറിന് KSCB പറയാറ് പൈപ്പ് എർത്തിങ് കിട്ടിയില്ല, എർത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ പ്ലേറ്റ് എർത്തിങ് ആണ് ചെയ്യാനാണ് അവർ കൂടുതൽ റെക്കമെൻഡ് ചെയ്യാറ്. സാർ പറഞ്ഞത് എന്താണ് അതൊരു ഡിഫറൻസ് എനിക്ക് ശരിക്കും മനസ്സിലായി. അതായത് നമ്മളുടെ ഒരു ഇനീഷ്യൽ പണ്ട് കാലങ്ങളിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ സർഫസ് ഏരിയ ഓഫ് ഡിസിപ്പേഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതിൽ ആക്ച്വലി എല്ലാത്തിനെക്കാട്ടും മേജർ റോഡ് എർത്തിങ് എന്നുള്ള രീതിയിലല്ല, ഈ ഓരോ എർത്തിങ്, പ്ലേറ്റ് എർത്തിങ് ആണെങ്കിലും അല്ലെങ്കിൽ പൈപ്പ് എർത്തിങ് ആണെങ്കിലും അല്ലെങ്കിൽ റോഡ് എർത്തിങ് ആണെങ്കിലും അല്ലെങ്കിൽ സ്ട്രിപ്പ് എർത്തിങ് ആണെങ്കിലും ഓരോന്നിനും പെർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഈ പ്ലേറ്റിന് എത്ര കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും കറണ്ട് തന്നെ നമുക്കൊരു റോഡാണെങ്കിൽ നമുക്ക് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ
എർത്തിങ്ങിൻ്റെ ഇപ്പം എല്ലാ കേസിലും ഇപ്പം നമ്മൾ ഏത് ഇൻസ്റ്റാളേഷൻ നോക്കുകയാണെങ്കിലും ഇപ്പം എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് 2 ohmൽ താഴെ വാല്യൂ നിങ്ങൾക്ക് എഷുറൻസ് തരാൻ വേണ്ടി പറ്റുമോ, അല്ലെ 1 ohmൽ താഴെ ഇപ്പം നിങ്ങൾ മെറ്റീരിയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എഷുറൻസ് തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ള രീതിയിലാണ് പല കസ്റ്റമേഴ്സും നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഒബ്വിയസ്ലി പറയും നമുക്ക് ഒരിക്കലും ഇങ്ങനൊരു വാല്യൂ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എപ്പോൾ എല്ലാ കേസുകളിലും ഈ എർത്തിങ്ങിൻ്റെ വാല്യൂ വരുന്ന ലോക്കൽ സോയിൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പം അതിൽ തന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ റോഡാണെങ്കിൽ അല്ലെങ്കിൽ പ്ലേറ്റ് ആണെങ്കിൽ റോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ടു എർത്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പം അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സോയിൽ കൂടിയിട്ടാണ് നമ്മൾ റോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് ആ ഒരു പിറ്റിൻ്റെ അകത്ത് കോമ്പൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ റോഡ് ഇൻസേർട്ട് ചെയ്തതെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിൽ അവിടെ ഉണ്ടാകുന്ന എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പ്ലേറ്റുകളുടെ ശരിക്കും ഏരിയ വളരെ വലുതായിരിക്കുമല്ലോ ഉണ്ടാവുക പൈപ്പിനെ അപേക്ഷിച്ച്. നമ്മൾ നന്നായി താത്തിയിട്ട് 3 മീറ്റർ താത്തിയിട്ടൊക്കെ പ്ലേറ്റ് വെക്കുക. അപ്പൊ അതുകൊണ്ട് പ്ലേറ്റിൽ ശരിക്ക് ഡിസ്പീറ്റ് ചെയ്ത് പോകുന്നു പറയുന്നത് പ്ലേറ്റ് എർത്തിങ്ങിൽ. പ്ലേറ്റിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സർഫസ് ഏരിയ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്താണ്. പ്ലേറ്റിന്റെ കേസിൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന കറണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ സോയിലിലോട്ടേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. കാരണം ഡിസിപ്പേഷൻ വൈസ് നോക്കുന്ന സമയത്ത് സർഫസ് ഏരിയ ആണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് ഇട്ട്. പക്ഷേ നമ്മളുടെ ആക്ച്വൽ പ്രാക്ടീസുകൾ പ്രകാരം എർത്ത് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എർത്തിങ്ങിന്റെ ക്രൈറ്റീരിയ ഡിറ്റർമൈൻ ചെയ്യുന്ന മേജറായിട്ട് 3 ഫാക്ടേഴ്സാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എർത്ത് റെസിസ്റ്റൻസിന്റെ നമ്മൾ ആ ഒരു ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എർത്ത് ഇലക്ട്രോഡിന്റെ സോയിലുമായിട്ട് ഉണ്ടാവുന്ന കോണ്ടാക്ട് റെസിസ്റ്റൻസ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഇലക്ട്രോഡിന് ചുറ്റും ഉണ്ടാവുന്ന സോയിലിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ ആ ഇലക്ട്രോഡിന് ചുറ്റും ഉണ്ടാവുന്ന സോയിലിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എർത്തിങ്ങിന്റെ കേസിലുള്ള ഡോമിനന്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് ആ ഒരു ഇലക്ട്രോഡ് അല്ല. അപ്പോൾ ആ ഇലക്ട്രോഡിന് ചുറ്റും ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുക എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ അതിൽ പ്ലേറ്റ് ആണെങ്കിൽ യൂഷ്വലി കറണ്ട് കൂടുതൽ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതായത് നമ്മൾ ട്രാൻസ്ഫോമർ ന്യൂട്രൽ ആണെങ്കിൽ അല്ലെങ്കിൽ ജനറേറ്റർ ന്യൂട്രൽ ഒക്കെ ആണെങ്കിൽ ഇനീഷ്യകളിൽ പണ്ടത്തെ കേസുകളിലൊക്കെ അവിടെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലേറ്റുകളാണ്. പക്ഷെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും അത് റോഡിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിന്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ കണക്ഷൻ വരുന്ന ഏറ്റവും താഴത്തെ പോർഷനിലാണ്. നമ്മൾ നട്ട് ആൻഡ് ബോൾട്ട് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ റോഡിന്റെ കേസിലാണ് നമുക്ക് കണക്ഷൻ വരുന്നത് അതിന്റെ ഏറ്റവും മുകളിലത്തെ ടെർമിനലാണ്. സോ അവിടെ ഉണ്ടാകുന്ന കൊറോഷൻ്റെ എഫക്റ്റ് കൂടി നമുക്ക് അവിടെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതേപോലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് റോഡിനാണ്, അതായത് നമ്മൾ IS പറഞ്ഞ പോലെ തന്നെ റെസിസ്റ്റൻസ് കുറവ് വേണ്ടെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ കുറയ്ക്കണം. കറണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ കുറയ്ക്കണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോഡ് ഏതാണോ ആ ഇലക്ട്രോഡിന്റെ ഒരു സൈഡിലെ ഡയമെൻഷൻ അടുത്ത സൈഡിലെ ഡയമെൻഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വലുതായിരിക്കണം. അത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന റോഡ് അല്ലെങ്കിൽ പൈപ്പ് അല്ലെങ്കിൽ സ്ട്രിപ്പ് എന്നുള്ള രീതിയിലാണ്. സാർ, ഈ കോമ്പൗണ്ട് യൂസ് ചെയ്യണതേ നമ്മൾ സാധാരണ ഇതിൽ ചില കോമ്പൗണ്ടിലൊക്കെ ഇതിന് മണ്ണിലൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത മണ്ണിൽ തന്നെ മിക്സ് ചെയ്തിട്ട് അതിൽ തന്നെ ഇട്ട് ഫില്ല് ചെയ്യാന്ന് പറയുന്നുണ്ട്. ചിലത് ഈ പൈപ്പിന് ചുറ്റും നമ്മൾ വെക്കുന്ന റാഡാണ്, റോഡിന് ചുറ്റും ഒരു പൈപ്പ് വെച്ചിട്ട് അതിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ കോമ്പൗണ്ട് ഉണ്ട്. ഏതാണ് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള രീതി എന്ന് നോക്കുന്നത്? സാർ, അത് ഡിപ്പെൻസ് ഓൺ മാനുഫാക്ചേഴ്സ് ആണ്. ചില പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡ്രൈ ഫോമിൽ തന്നെ നമുക്കത് ഇൻസേർട്ട് ചെയ്ത് നമുക്കത് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഡിപ്പെൻസ് ഓൺ ദി മാനുഫാക്ചർ. ചില പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സോയിലുമായിട്ട് മിക്സ് ചെയ്ത് ഒരു സ്ലെറി ഫോം ആക്കിയിട്ട് മാത്രമേ നമുക്ക് പിറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് അവിടെ നടക്കുള്ളൂ. അതായത് ഇത് ഇലക്ട്രോഡിന് ചുറ്റും ഒരു ലെയർ പോലെ ഒരു കണ്ടക്റ്റിംഗ് ലെയർ പോലെ ഫോം ചെയ്ത് ആ സോയിലിൻ്റെ എഫക്റ്റീവായിട്ട് വരുന്ന റെസിസ്റ്റൻസ് അവിടെ ഡിക്രീസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുവരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് ചില കേസുകളിൽ ചില മാനുഫാക്ചേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന കോമ്പൗണ്ടുകൾ യൂസ് ചെയ്യാം. ചില മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് സോയിലുമായിട്ട് മിക്സ് ചെയ്ത് ഒരു സ്ലറി ഫോം ആക്കിയിട്ട് പിറ്റിലേക്ക് ഇടുന്നതാണ് ചില മാനുഫാക്ചേഴ്സ് അവരുടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഇത് രണ്ടും കറക്റ്റ് തന്നെയാണ്. അത് ഡിപ്പെൻസ് ഓൺ മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ വരുന്നുള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഇലക്ട്രോഡ് കണ്ടക്റ്റീവ് കോൺക്രീറ്റ് വെച്ചിട്ട് എൻകേസ് ചെയ്തതാണെങ്കിൽ അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന എർത്തിങ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹയർ സൈഡ് ആണ്. അപ്പോൾ അത് ഇന്ത്യയിൽ അത്രമാത്രം ഒരു ഇതിലോട്ടേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇൻ ദ ഫ്യൂച്ചർ കണ്ടക്റ്റീവ് കോൺക്രീറ്റ് ആയിരിക്കും എർത്തിങ്ങിൻ്റെ കേസിൽ ഡോമിനൻ്റ് ആയിട്ട് വരിക.
സാറേ ഒരു സംശയം. ഇപ്പം നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബെന്റോണൈറ്റ് ക്ലേ ആണോ അതോ മറ്റ് കെമിക്കൽസ് ആണോ ഉള്ളത്? ഇതിൽ രണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ റേറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെന്റണൈറ്റിന് ബാക്കിയുള്ള എർത്തിങ് കോമ്പൗണ്ടിന് കമ്പയർ ചെയ്യുന്ന സമയത്ത് റേറ്റ് വളരെ ലോവർ സൈഡ് ആയിരിക്കും. പക്ഷെ ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ബെന്റണൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വാട്ടർ അബ്സോർപ്ഷൻ ബെന്റണൈറ്റ് കൂടുതലാണ്. വാട്ടർ അബ്സോർബ് ചെയ്ത് രണ്ടാമത്തെ തവണ അത് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സിമെന്റിങ് ആക്ഷൻ ഉണ്ടാവും. ഓരോ തവണയും ഇത് വാട്ടർ അബ്സോർബ് ചെയ്ത് പിന്നെ അതിന് ആദ്യത്തെ അത്ര വാട്ടർ അബ്സോർപ്ഷൻ നടക്കില്ല. അതേപോലെ ഒരു ഡ്രൈ സീസൺ ആയി കഴിഞ്ഞാൽ അതിന് സിമെന്റിങ് ആക്ഷൻ നടക്കും. സിമെന്റിങ് ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വാട്ടർ അബ്സോർപ്ഷൻ നടക്കില്ല. വാട്ടർ അബ്സോർപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ അത് അവിടുന്ന് ആ ഇലക്ട്രോഡിൻ്റെ അകത്തുനിന്ന് ഷ്രിങ്ക് ചെയ്ത് പുറത്തോട്ടേക്ക് വരും. ഷ്രിങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഇലക്ട്രോഡുമായിട്ട് അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ അവിടെ കൂടുകയാണ് ചെയ്യുക. പക്ഷേ എങ്കിൽ അതവിടെ ഒരു എർത്തിങ് കോമ്പൗണ്ട്, അത് ഏത് എർത്തിങ് കോമ്പൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എർത്തിങ് കോമ്പൗണ്ട് ആണെങ്കിൽ ഇത് എപ്പോഴും ഇലക്ട്രോഡിന് കൂടെ ബൈൻഡ് ചെയ്ത് അവിടെ നിൽക്കും. സോ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഷ്രിങ്കേജ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എർത്തിങ് കോമ്പൗണ്ടിന്റെ കേസിൽ ഇല്ല. എർത്തിങ് കോമ്പൗണ്ടിൽ ഒബ്വിയസ്ലി ബെന്റണൈറ്റ് ഉണ്ടാവും. യൂഷ്വലി ഒരു വളരെ ചെറിയ ശതമാനം അവിടെ ഈ ഒരു ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചർ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20%, 25% ഏത് എർത്തിങ് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും അതിൽ ബെന്റണൈറ്റ് കണ്ടന്റ് ഉണ്ടാവും. പക്ഷേ പ്യൂർ ബെന്റണൈറ്റ് ആയിട്ട് ഇപ്പോൾ KSEB പോലും എവിടെ യൂസ് ചെയ്യുന്നില്ല. KSEBയുടെ ഡിസൈൻ ടീം തന്നെ പല പ്രൊജക്റ്റുകളിൽ പ്യൂർ ബെന്റണൈറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. എർത്തിങ് കോമ്പൗണ്ടും ബെന്റണൈറ്റിന്റെ റെസിസ്റ്റിവിറ്റിയും നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എർത്തിങ് കോമ്പൗണ്ടിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 0.3 ഓം മീറ്റർ അല്ലെങ്കിൽ 0.12 ഓം മീറ്റർ അല്ലെങ്കിൽ 0.2 ഓം മീറ്റർ എന്നുള്ള രീതിയിലാണ് വരിക. പക്ഷെ ബെന്റണൈറ്റിന്റെ റെസിസ്റ്റിവിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെന്റണൈറ്റ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഹയർ സൈഡ് ആണ്. ഒരു 3 ഓം മീറ്റർ എന്നുള്ള രീതിയിലാണ് ബെന്റണൈറ്റിന്റെ റെസിസ്റ്റിവിറ്റി വരുന്നത്. സാറ് ഈ നമ്മുടെ എർത്തിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോ സാറ് പറഞ്ഞ ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ എർത്ത് പിറ്റും അതിന് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു രണ്ടടി താഴ്ച വയ്ക്കുന്ന ഒരു ഇലക്ട്രോഡും തമ്മിലുള്ള റെസിസ്റ്റൻസ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണോ? അതെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു രണ്ട് ഓക്സിലറി ഇലക്ട്രോഡ്സ് ആണ്. നമുക്ക് ആക്ച്വലി റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നമ്മുടെ ഓംസ് ലോ പ്രകാരം R=V/I എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എല്ലാവിടെയും അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇപ്പം ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വോൾട്ടേജ് കൊടുത്ത് അതിലേക്ക് കൂടി കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ആ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഓക്സിലറി ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് അവിടെ യൂസ് ചെയ്തു എന്നേ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഓക്സിലറി ഇലക്ട്രോഡിന്റെ കാര്യമാണ്. അത് എത്ര ഡിസ്റ്റൻസിലാണ്, അതായത് നമ്മുടെ എർത്ത് പോളിൽ നിന്ന് എത്ര റേഡിയസിലാണ് ഈ പോൾ വെക്കുന്നത്? അത് തമ്മിലുള്ള റെസിസ്റ്റൻസ് അല്ലേ ഉദ്ദേശിക്കുന്നത്, ഈ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഇല്ല, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അത് യൂഷ്വലി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 5 മീറ്റർ അതേപോലെ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആയിട്ടാണ് പ്ലേസ് ചെയ്യാറുള്ളത്. 5 മീറ്റർ ഓരോന്നും തമ്മിൽ 5 മീറ്റർ ഡിസ്റ്റൻസ് വെച്ച് പ്ലേസ് ചെയ്യാറുണ്ട്. ഓരോന്നും തമ്മിൽ 10 മീറ്റർ ഡിസ്റ്റൻസ് പ്ലേസ് ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ അതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡാണ്. ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡിൽ തന്നെ 61.8% ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ് പ്രകാരം നമ്മളുടെ മൂന്നാമത്തെ എർത്ത് ഇലക്ട്രോഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഏകദേശം ഒരു 30 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്റർ ഗ്യാപ്പ് ആണ്. സപ്പോസ് ഒരു 30 മീറ്റർ ഗ്യാപ്പ് ആണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഇലക്ട്രോഡും രണ്ടാമത്തെ ഇലക്ട്രോഡും നമ്മൾ 30 മീറ്റർ ഗ്യാപ്പ് ആണെങ്കിൽ അതേപോലെ ഈ രണ്ടാമത്തെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 62% അല്ലെങ്കിൽ 61.8% ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്യുക. അതായത് ഇത് 30 മീറ്റർ ആണെങ്കിൽ ഏകദേശം ഒരു 17 മീറ്റർ എന്നുള്ള രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ നമ്മൾ വാല്യൂ എടുത്തു, ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ വാല്യൂ എടുത്തു. അതിനുശേഷം രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്റ്റൻസ് കൂട്ടുകയാണ്. മൂന്നാമത്തെ ഇലക്ട്രോഡ് നമ്മൾ 40 മീറ്റർ വെച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് സെക്കൻഡ് ഇലക്ട്രോഡുമായിട്ട് കീപ്പ് ചെയ്തു. ദെൻ ഒരു വാല്യൂ എടുത്തു. ദെൻ മൂന്നാമതായിട്ട് 15 മീറ്ററിലോട്ടേക്ക് വെച്ചു. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തു. ദെൻ അവിടുത്തെ റെസിസ്റ്റൻസ് മെഷർ ചെയ്തു. ഇതിൽ നമുക്ക് എപ്പോഴാണോ രണ്ട് വാല്യൂസും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു സിമിലർ ആയിട്ട് വാല്യൂസ് വരുന്ന അവിടെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് പ്രതിഷ്ഠിക്കുന്ന ഈ ഇലക്ട്രോഡിന്റെ ഒരു ക്വാളിറ്റിയും കൂടി ഈ ടെസ്റ്റിങ്ങിൽ ഇൻവോൾവ് അല്ലേ? കാരണം ആ ഇലക്ട്രോഡിന്റെ എന്തുമാത്രം
നല്ല ഇതാണ് അനുസരിച്ചിരിക്കില്ലേ ഈ റെസിസ്റ്റൻസ് നമ്മൾ കിട്ടുന്ന വാല്യൂ? ഇല്ല, അത് യൂഷ്വലി പറയുന്നത് ഒന്നിക്കൽ മൈൽഡ് സ്റ്റീലിന്റെ 16 mm റോഡ്, അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീലിന്റെ 13 mm റോഡ്, 1 മീറ്റർ ലെങ്ത്തുള്ള റോഡ്, അല്ലെങ്കിൽ അതേപോലെ SS റോഡ് എന്നുള്ള രീതിയിലാണ് യൂഷ്വലി ഓക്സിലറി ഇലക്ട്രോഡ്സ് എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി സാർ ഒരു സംശയിച്ചത്, നമ്മള് PV സിസ്റ്റത്തിലെ 4 എർത്ത് പറഞ്ഞല്ലോ, ഇതില് DC എർത്ത്, AC എർത്ത് ഒക്കെ, അതും നമ്മളെ ലൈറ്റ്നിങ് അറസ്റ്റിന്റെ എർത്തും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് വല്ല സ്പെക് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഡിസ്റ്റൻസ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഡിസ്റ്റൻസ് വേണമെന്ന് സ്പെക് ഇല്ല. പക്ഷേങ്കിൽ രണ്ട് റോഡുകൾ തമ്മിൽ, 2 പിറ്റ് തമ്മിൽ, നമ്മളിപ്പോൾ സപ്പോസ് റോഡോ അല്ലെങ്കിൽ പൈപ്പാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡബിൾ ടൈംസ് ലെങ്ത് വേണം ഓരോ പിറ്റ് തമ്മിൽ ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ പറയാറുള്ളത്. ഡബിൾ ടൈംസ് ലെങ്ത് എന്ന് പറയുന്നത് സപ്പോസ് ഒരു 3 മീറ്റർ ആയിട്ട് വരുന്ന പിറ്റ് ആണെങ്കിൽ ആ ഒരു 3 മീറ്റർ പിറ്റിന്റെ, അതായത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു 3 മീറ്റർ ലെങ്ത്തുള്ള റോഡ് ആണെങ്കിൽ അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ ഏരിയ വരുന്നത് അതിന് ചുറ്റും 3 മീറ്റർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ രണ്ടാമത്തെ ഇലക്ട്രോഡ് നമ്മൾ ശരിക്കും പ്ലേസ് ചെയ്യേണ്ടത് 6 മീറ്റർ ഡിസ്റ്റൻസിലാണ്. 6 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചാൽ മാത്രമേ ഇതൊരു ഓവർലാപ്പ് ചെയ്യാത്ത, ചെറിയൊരു ഓവർലാപ്പിംഗ് മാത്രമേ അവിടെ വരുള്ളൂ, ഇതിന് ടോട്ടൽ ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അവിടെയാണ് ആ പാരലൽ എന്ന് പറയുന്ന ഫിനോമിന വരുന്നത്. സപ്പോസ് ഒരു പിറ്റ് എടുത്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ സപ്പോസ് 10 ഓം ആണെങ്കിൽ, 2 പിറ്റ് 2 റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ, 2 സെയിം റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ആ 10 ഓമിനെക്കാട്ടി നേരെ പകുതി 5 ഓം വരും. അങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 ഇലക്ട്രോഡും തമ്മിൽ അതിന്റെ 2 ഡബിൾ ടൈംസ് ദ ലെങ്ത് എന്നുള്ള രീതിയിലാണ് ഡിസ്റ്റൻസ് നമ്മൾ പറയാറുള്ളത് യൂഷ്വലി. അതിപ്പോൾ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ IEC 60347-7 എന്ന് പറയുന്നത് നമ്മൾ സോളാറിന്റെ കേസിൽ വരുന്ന ആ ഒരു IEC സ്റ്റാൻഡേർഡ് ആണ്. അതേപോലെ NFPA എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ മെൻഷൻ ചെയ്യുന്ന, ഇപ്പോൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന എർത്ത് പിറ്റുകൾസ് ഇന്റർ കണക്ട് ചെയ്യണം തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിൽ നമുക്ക് ചിലപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല, KCB ഇത് പെർമിറ്റ് ചെയ്യുന്നില്ല. ശരി ശരി, ഓക്കെ. ഇവിടെ എക്സൽ എർത്തിങ് എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ അവർക്കറിയാൻ ആഗ്രഹമുണ്ട്, എന്ന് പറയാമോ? ഓക്കെ സാർ, ഞാനൊരു PPT ഞാൻ ഷെയർ. ശരിയാണ്.
ഇതിൽ എക്സൽ എർത്തിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഒന്ന് ലൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. വെർട്ടിക്കൽ എയർ ടെർമിനേഷൻ റോഡ് എന്നുള്ള രീതിയിൽ അത് ബേസിക് ആയിട്ട് നമുക്ക് 4 വെറൈറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്ന കോപ്പർ ബോണ്ടഡ് 5 സ്പൈക്ക് ഹെവി ഡ്യൂട്ടി ലൈറ്റ്നിങ് റസ്റ്റർ ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് 4 സ്പൈക്ക് ആയിട്ട് വരുന്ന മൾട്ടി സ്പൈക്ക് ലൈറ്റ്നിങ് റസ്റ്റർ ആണ്. മൂന്നാമത്തെന്ന് പറയുന്ന കോപ്പർ ബോണ്ടഡ് സിംഗിൾ സ്പൈക്ക് ലൈറ്റ്നിങ് റസ്റ്റർ ആണ്. നാലാമത്തെന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മൾട്ടി സ്പൈക്ക് ആയിട്ട് വരുന്ന ലൈറ്റ്നിങ് റസ്റ്റർ ആണ്. ദെൻ രണ്ടാമതായിട്ട് വരുന്നത് അതിന്റെ യൂസ് ചെയ്യുന്ന ഡൗൺ കണ്ടക്ടർ ആണ്. ഡൗൺ കണ്ടക്ടർ 8 mm ഡയമീറ്റർ ഉള്ള അലൂമിനിയം ഡൗൺ കണ്ടക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ നൈലോൺ ഇൻസുലേറ്റർ ഹോൾഡർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ 30 മീറ്റർ ലോങ്ങിൽ 25/3 mm ലെങ്ത്തിലുള്ള കോപ്പർ ബോണ്ട് സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അലൂമിനിയം ബെയർ കണ്ടക്ടർ. അലൂമിനിയം ബെയർ കണ്ടക്ടർ മെയിൻലി യൂസ് ചെയ്യുന്നത് മുകളിൽ മെഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലൂമിനിയം ബെയർ കണ്ടക്ടർ യൂസ് ചെയ്യുന്നത്. ആസ് എ ഡൗൺ കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത് 8 mm ഡയ ഉള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള അലൂമിനിയം ഡൗൺ കണ്ടക്ടർ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ടെർമിനൽ സ്ട്രിപ്പ് ആണ്. അലൂമിനിയം ഡൗൺ കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എർത്തിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം അലൂമിനിയത്തിന് സോയിലായിട്ട് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഉണ്ടാവും. സോ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 മീറ്റർ ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ടെർമിനൽ ലിങ്ക് വെച്ച് ടെർമിനൽ സ്ട്രിപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് ദെൻ ഒരു കോപ്പർ ബോണ്ടർ സ്ട്രിപ്പോ അല്ലെങ്കിൽ ഒരു GI സ്ട്രിപ്പോ വെച്ചിട്ടാണ് എർത്ത് റോഡിലോട്ടേക്ക് ഇന്റർ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനടുത്ത് വരുന്ന എർത്തിങ് സ്ട്രിപ്പ് ആണ്. എർത്തിങ് സ്ട്രിപ്പ് കോപ്പർ ബോണ്ടഡ് ആയിട്ടുള്ള 25/3 mm 3 മീറ്റർ ലെങ്ത്തിലുണ്ട്, 6 മീറ്റർ ലെങ്ത്തിലുണ്ട്. അതേപോലെ 30 മീറ്റർ സിംഗിൾ റോൾ ആയിട്ടുണ്ട്. ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ് സ്ട്രിപ്പ് ആണെങ്കിൽ 25/3 mm റോൾ ആയിട്ടും വരുന്നുണ്ട്. അതേപോലെ 8 mm ഡയയിലുള്ള കോപ്പർ ബോണ്ടഡ് വയർ കൂടി വരുന്നുണ്ട്. വയറിന്റെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ പ്രസ്ഡ് ആയിട്ടുള്ള ടെർമിനലായിരിക്കും. ദെൻ എർത്ത് ഇലക്ട്രോഡ്സ് ബേസിക് ആയിട്ട് നമുക്ക് 2 കാറ്റഗറീസ് ആണ്. ഒന്നെന്ന് പറയുന്നത് 100 മൈക്രോൺസ് കോട്ടിംഗ് വരുന്ന രീതിയിലാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് 250 മൈക്രോൺസ് കോട്ടിംഗ് വരുന്ന രീതിയിലാണ്. ഇതിൽ ഞങ്ങളുടെ എർത്ത് ഇലക്ട്രോഡ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എക്സ്റ്റേണൽ ക്ലാമ്പോ അതിന്റെ ആവശ്യകതയൊന്നുമില്ല. ഇതിന്റെ മുകളിൽ തന്നെ പ്രസ്ഡ് ടെർമിനൽ വിത്ത് ഹോൾസ് അതേപോലെ വിത്ത് നട്ട് ബോൾട്ട് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രസ്ഡ് ടെർമിനൽ ആയതുകൊണ്ട് ഇവിടെ എഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന കോണ്ടാക്ട് ഏരിയ, നമുക്ക് ആ കണക്ഷൻ സമയത്ത് കോണ്ടാക്ട് ഏരിയ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടും. ദെൻ 250 മൈക്രോൺസ് ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ടിന്നിങ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. ടിന്നിങ് പ്രൊവൈഡ് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് അവിടെ ഏതെങ്കിലും ഒരു ബൈമെറ്റാലിക് കൊറോഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടിന്നിങ് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേ മെറ്റീരിയൽ തന്നെ വിത്ത് സ്ട്രിപ്പ് 100 മൈക്രോൺസിൽ തന്നെ വിത്ത് സ്ട്രിപ്പ് എന്നുള്ള രീതിയിലും 250 മൈക്രോൺസിൽ വിത്ത് സ്ട്രിപ്പ് എന്നുള്ള രീതിയിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കോപ്പർ ബോണ്ടഡ് പൈപ്പ്, കോപ്പർ ബോണ്ടഡ് പ്രസ്ഡ് പൈപ്പ് എന്നുള്ള രീതിയിലാണ്, ഫിൽഡ് പൈപ്പ് എന്നുള്ള രീതിയിലാണ് വരിക. ഇത് 100 മൈക്രോൺസ് കോപ്പർ ബോണ്ടഡ് പ്രസ്ഡ് പൈപ്പ് 100 മൈക്രോൺസ് തന്നെ വിത്ത് ടിന്നിങ് എന്നുള്ള രീതിയിൽ. അതേപോലെ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് പൈപ്പ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് എർത്ത് പ്ലേറ്റ് ഇലക്ട്രോഡ്സ് എന്നുള്ള രീതിയിലാണ്. കോപ്പർ ബോണ്ടഡ് പ്ലേറ്റ് 100 മൈക്രോൺസ് എന്നുള്ള രീതിയിൽ, അതേപോലെ പ്ലേറ്റ് വിത്ത് സ്ട്രിപ്പ് എന്നുള്ള രീതിയിലും, അതേപോലെ കോപ്പർ ബോണ്ടഡ് പ്ലേറ്റ് വിത്ത് വെൽഡഡ് സ്ട്രിപ്പ് എന്നുള്ള രീതിയിലും. ഇത് നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. കോപ്പർ ബോണ്ടഡ് പ്ലേറ്റ് വിത്ത് വെൽഡഡ് സ്ട്രിപ്പിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോപ്പർ പ്ലേറ്റ് വിത്ത് സ്ട്രിപ്പ് ആണെങ്കിൽ, സോറി ഒന്ന് മ്യൂട്ട് ചെയ്യും, സാധാരണ പ്ലേറ്റ് വിത്ത് സ്ട്രിപ്പ് ആണെങ്കിൽ ഇതിന്റെ കണക്ഷൻസ് വരുന്നത് ഏറ്റവും ബോട്ടം പോർഷനിലാണ്. ബോട്ടം പോർഷനിൽ കണക്ഷൻസ് വന്നാൽ ഇത് ഗ്രൗണ്ട് ലെവലിൽ താഴെയാണ് ഇരിക്കുന്നത്. സോ അവിടെ കൊറോഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഇനീഷ്യലി കോപ്പർ ബോണ്ടിങ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമ്മളിവിടെ ഈ ഒരു സ്ട്രിപ്പ് വെച്ച് വെൽഡ് ചെയ്യും. വെൽഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ ഇവിടെ നമ്മൾ കണക്ഷൻ വരുന്നത് ഈ ഒരു സ്ട്രിപ്പിന്റെ മുകളിലാണ് കണക്ഷൻ വരുന്നത്, ബിനീത്ത് വേറൊരു കണക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എർത്തിങ്ങിന്റെ കേസിൽ. ദെൻ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ആയിട്ടുള്ള റോഡ്സ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഹൈ റെസിസ്റ്റീവ് ആയിട്ടുള്ള ഹൈ സോയിൽ റെസിസ്റ്റീവ് ഉള്ള പ്ലേസിൽ മൾട്ടിപ്പിൾ റോഡ്സ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറവായിരിക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഏറ്റവും നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡീപ്പ് എർത്തിങ് എന്നുള്ള രീതിയിലാണ്. അത് ഇനീഷ്യലി 3 മീറ്ററിൽ അവിടെ ഉണ്ടാകുന്ന സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സപ്പോസ് ഒരു 500 Ohm ആണെങ്കിൽ വീണ്ടും നമ്മളൊരു 3 മീറ്റർ ഡെപ്തിലോട്ട് പോകുക, ടോട്ടൽ ഒരു 6 മീറ്റർ ഡെപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ലാസ്റ്റ് 3 മീറ്ററിന്റെ സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സപ്പോസ് ചിലപ്പോൾ ഒരു 100 Ohm ആയിരിക്കാം, അല്ലെങ്കിൽ അതിലും താഴത്തോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 50 Ohm ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 25 Ohm താഴെ ആയിരിക്കാം. ഒരു 9 മീറ്റർ ഡെപ്ത്
അല്ലെങ്കിൽ 12 മീറ്റർ ഡെപ്തിലോട്ടേക്ക്, അങ്ങനെ എത്ര വേണ്ടെങ്കിലും നമുക്ക് ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് പോകാം. അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള റോഡ് എന്ന രീതിയിൽ. എക്സ്റ്റെൻഡബിൾ റോഡിൽ ഇത് രണ്ടും തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്പാനർ കണക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന് ഒന്നിന് ഇന്റേണൽ ത്രെഡ് ആയിരിക്കും, അതേപോലെ ഒന്നിന് എക്സ്റ്റേണൽ ത്രെഡ് ആയിരിക്കും. ഇത് രണ്ടും ത്രെഡ് ചെയ്തിട്ടാണ് നമുക്ക് കണക്ട് ചെയ്ത് ആസ് പെർ IEC 62561-2 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതിന് അതേപോലെ ഇപ്പോൾ പലരും നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ എർത്തിങ് ചെയ്യാറുണ്ട്. പക്ഷേ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് എവിടെയാണ് എർത്തിങ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റില്ല. അത് ടോട്ടലായിട്ട് പോയിട്ടുണ്ടാവും. അതേപോലെ പിന്നെ നമുക്ക് എർത്ത് വാല്യൂ മെഷർ ചെയ്യേണ്ടിക്കൽ, പിന്നെ അത് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ടിക്കൽ, നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന എർത്ത് ചേമ്പേഴ്സ്. ഓൾറെഡി എർത്ത് ചേമ്പേഴ്സ് എന്ന് പറയുന്ന കോൺക്രീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചേമ്പേഴ്സ് ഉണ്ടാക്കുന്നത്. യൂഷ്വലി ഒരു 2 ദിവസത്തെ ഒരു ലേബർ വർക്കും 2 ദിവസത്തെ എഫേർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതേപോലെ അതിൻ്റെ കോസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് ഓൺ ദ ഹയർ സൈഡ് ആണ്. പക്ഷേ ആസ് പെർ നമ്മളുടെ IEC ഇതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് പറയുന്ന IEC 62561-5 എന്ന് പറയുന്ന രീതിയിലാണ്. ഇത് പ്രകാരം ബേസിക് ആയിട്ട് 3 രീതിയിലാണ് എർത്ത് ചേമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലൈറ്റ് ഡ്യൂട്ടി, നമ്മൾ പെഡസ്ട്രിയൻസ് ഒക്കെ പോകുന്ന വഴി, മീഡിയം ഓട്ടോമൊബൈൽസ് പോകുന്ന വഴി, ഹെവി ഓട്ടോമൊബൈൽസ് പോകുന്ന വഴികൾ, ഇങ്ങനെ 3 രീതിയിലാണ് എർത്ത് ചേമ്പേഴ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ IEC 62561-5 പ്രകാരം അവിടെ വേണ്ട ഹെവി ഓട്ടോമൊബൈൽസ് ആണെങ്കിൽ അവിടെ വേണ്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 30 kN, അതായത് 3 ടൺ എന്നുള്ള രീതിയിലാണ്. ആസ് പെർ നമ്മളിതൊരു സിപെറ്റ് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ഒരു ലബോറട്ടറി, NABL അക്രഡിറ്റഡ് ലബോറട്ടറി നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ വെയിറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഏകദേശം 2.8 kN, 28 kN, അതായത് 2.8 ടൺ എന്നുള്ള രീതിയിലാണ്. ഇത് വെറും ബെയർ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത്, അതായത് ചുറ്റും ഒന്നും ഫില്ല് ചെയ്യാതെ നമ്മൾ ടെസ്റ്റ് ചെയ്ത സമയത്ത്. ഇത്രയാണ് നമ്മളുടെ മേജർ പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി ഇവരുടെ കമന്റ്സ്, ക്ലാസിനെ കുറിച്ചുള്ള കമന്റ്സ് ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പറഞ്ഞോളൂ. ക്ലാസ് ഒരു മിനിറ്റ് സാർ, ഒരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ മേജറായിട്ട് ഞങ്ങൾ 2 പ്രൊഡക്ട്സുകൾ ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എൽട്രാഫിൽ എന്ന് പറയുന്ന ഒരു എർത്തിങ് കോമ്പൗണ്ട് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് എക്സൽ എർത്തിങ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു എർത്തിങ് കോമ്പൗണ്ട് ആണ്. ഇപ്പോൾ ഇത് എൽട്രാഫിൽ ആണെങ്കിൽ ഹൈലി കാർബൺ കണ്ടന്റ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. എർത്തിങ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് നോർമലായിട്ട് എല്ലാ സോയിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കോമ്പൗണ്ട് ആണ്. പക്ഷെ എവിടെയാണോ നമുക്ക് വാല്യൂ കൂടുതൽ, അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂ കൂടുതലായി കിട്ടുന്നത്, അവിടെയാണ് നമ്മൾ എൽട്രാഫിൽ എന്ന് പറയുന്ന കാർബൺ കണ്ടന്റ് കൂടുതലുള്ള എർത്തിങ് കോമ്പൗണ്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ദെൻ നമ്മളൊരു റീസെൻ്റ് ആയിട്ട് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കണ്ടക്റ്റീവ് കോൺക്രീറ്റ് എന്നുള്ള രീതിയിൽ. ഇതിൻ്റെ ഒരു റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 0.09 ഓമീറ്ററിനെക്കാട്ടും താഴെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് റെസിസ്റ്റിവിറ്റി. നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഇനീഷ്യലായിട്ട് ഒരു R&D എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനീഷ്യലി നമുക്ക് അതിൻ്റെ ഒരു NABL ലാബ് എന്നുള്ള ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഞങ്ങളൊരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് മാർക്കറ്റിലോട്ടേക്ക് നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടി സർ, ഈ എർത്തിങ് കോമ്പൗണ്ട് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എർത്തിങ് കോമ്പൗണ്ട് മാർക്കറ്റിൽ ഒരുപാട് എർത്തിങ് കോമ്പൗണ്ട്സുകൾ അവൈലബിൾ ആണ്. ഈ എർത്തിങ് കോമ്പൗണ്ടിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യുന്നത് IECയുടെ 62561-7 എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് ബേസിക് ആയിട്ട് 4 ടെസ്റ്റുകൾ പറയുന്നത്. ഒന്ന് സൾഫർ ടെസ്റ്റ് ആണ്, രണ്ടാമത്തെ ലീച്ചിങ് ടെസ്റ്റ് ആണ്, മൂന്നാമത്തെ ഡിറ്റർമിനേഷൻ റെസിസ്റ്റിവിറ്റി ആണ്, നാലാമത്തെ കൊറോഷൻ ടെസ്റ്റ്, ലീനിയർ പോളറൈസേഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 4 ടെസ്റ്റാണ് IEC 62561-7 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡാണ് എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ടിന്റെ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ വരുന്നത്. IS 3043 മെൻഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ IEEE മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നൊരു പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് അല്ല. എർത്ത് എൻഹാൻസിങ് കോമ്പൗണ്ടിന്റെ പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന IEC 62561-7 എന്നുള്ള രീതിയിലാണ്. അതേപോലെ നമ്മൾ ഇതൊക്കെ ഇടുന്നത് നമ്മൾ സോയിലാണ്. അപ്പോൾ സോയിലിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിന് പുറമെ 2 ടെസ്റ്റുകൾ കൂടി നമ്മൾ NBCയിൽ പറയുന്നുണ്ട്. NBCയിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ലീച്ച് ചെയ്ത് പോകാൻ വേണ്ടി പാടില്ല. അതായത് ലീച്ച് ചെയ്ത് പോകുന്ന കണ്ടൻസിലും ടോക്സിസിറ്റി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതേപോലെ ഹസാർഡസ് സബ്സ്റ്റൻസ് ഈ ഒരു മെറ്റീരിയലിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഈ 2 കാര്യം കൂടി NBC മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത്
TCLP സർട്ടിഫൈഡ് ആയിരിക്കണം, അതായത് ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക് ലീച്ചബിൾ പ്രൊസീജിയർ വെച്ച് ടെസ്റ്റിഫൈ ചെയ്തിരിക്കണം. രണ്ടാമത്തത് റെസ്ട്രിക്ഷൻസ് ഓഫ് ഹസാർഡ് സബ്സ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ടെസ്റ്റിഫൈ ചെയ്തിരിക്കണം. ദെൻ അതേപോലെ നമ്മളെപ്പോഴും നമ്മളൊരു ക്വാളിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇന്റേണൽ ആയിട്ട് കുറച്ച് നമ്മൾ കുറച്ച് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പം ഇന്റേണൽ ആയിട്ട് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപ്പർ ബോണ്ട് ചെയ്തിട്ടുള്ള റോഡ് ആസ് പെർ IS സ്റ്റാൻഡേർഡും അതേപോലെ ആസ് പെർ IEC സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ 90 ഡിഗ്രി ബെൻഡ് ചെയ്തു. അങ്ങനെ തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷൻ, തിരിച്ച് വീണ്ടും 90 ഡിഗ്രി ബാക്ക് ടു നോർമൽ പൊസിഷൻ, അങ്ങനെ 3 ടൈംസ് ബെൻഡ് ചെയ്ത സമയത്തും ഈ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പർ അതിൻ്റെ ക്വാളിറ്റി, ഈ ഇലക്ട്രോപ്ലേറ്റിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ അവിടെ ഒബ്വിയസ് ആയിട്ട് ക്രാക്ക് ഫോം ചെയ്യും. പക്ഷേ നമ്മൾ അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രാക്ക് ഫോം ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഈ കോപ്പർ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന രണ്ടാമത്തെ ടെസ്റ്റാണ് അഡ്ഹറൻസ് ഓഫ് കോട്ടിംഗ് എന്നുള്ള രീതിയിൽ. സപ്പോസ് നമ്മുടെ റോഡിൻ്റെ ഡയമീറ്റർ 14 mm ആണെങ്കിൽ അതിനെക്കാട്ടി 1 mm കുറവ് വരുന്ന രീതിയിൽ നമ്മളൊരു വൈസ് അല്ലെ 2 പ്ലേറ്റിനെ സെറ്റ് ചെയ്ത് വെക്കും. ആ പ്ലേറ്റിൻ്റെ അകത്തോട്ടേക്ക് ഈ ഒരു റോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടിച്ചിറക്കും. അടിച്ചിറക്കുന്ന സമയത്ത് ആ അടിച്ചിറങ്ങിയ പോർഷനിൽ മാത്രം ചെറിയ രീതിയിൽ അവിടെ കോട്ടിങ് ഇളകി വന്നിട്ടുണ്ടാവും. പക്ഷെ അതിന് ചുറ്റും ഉണ്ടാകുന്ന ബാക്കിയുള്ള പോർഷൻസിൽ അതിൻ്റെ കോട്ടിങ്ങിന് യാതൊരു എഫക്റ്റും വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോട്ടിങ് സ്ട്രോങ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് കോട്ടിംഗ് തിക്നെസ് എത്രയുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാഗ്നറ്റിക് കോട്ടിംഗ് തിക്നെസ് ഗേജ് ആണ്. ഇത് ആസ് പെർ IS സ്റ്റാൻഡേർഡ് പ്രകാരവും അതേപോലെ IEC സ്റ്റാൻഡേർഡ് പ്രകാരവും അതേപോലെ ASTM സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കോട്ടിംഗ് തിക്നെസ് ഗേജ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ കോട്ടിംഗ് തിക്നെസ് അതേപോലെ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ എന്നുള്ള രീതിയിലെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന വേറൊരു ക്രൈറ്റീരിയ ആണ്, മാർക്കറ്റിൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് വരുന്നൊരു ഫാക്ടറാണ് CASS എന്ന് പറയുന്ന ടെസ്റ്റ്. CASS എന്ന് പറഞ്ഞാൽ കോപ്പർ ആക്സിലറേറ്റഡ് അസെറ്റിക് ആസിഡ് സോൾട്ട് സ്പ്രേ ടെസ്റ്റ് ആണ്. അതേപോലെ എൻവയറമെന്റൽ ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. കോപ്പർ ആക്സിലറേറ്റഡ് അസെറ്റിക് ആസിഡ് ടെസ്റ്റ് സോൾട്ട് സ്പ്രേ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചേമ്പറിൻ്റെ അകത്ത് ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ 6 മണിക്കൂർ ഒരു സൊല്യൂഷനിലോട്ടേക്ക് നമ്മളിത് ഡിപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷവും ഇതിൻ്റെ കോട്ടിങ്ങിന് യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. സോൾട്ട് മിസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോൾട്ടിൻ്റെ സൊല്യൂഷൻ്റെ അകത്തോട്ടേക്ക് 35 ഡിഗ്രി സെൽഷ്യസിൽ 3 ഡേയ്സ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതേപോലെ ഹ്യൂമിഡ് സൾഫറസ് അറ്റ്മോസ്ഫിയർ ടെസ്റ്റിൽ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു കോപ്പർ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റോഡ് അല്ലെങ്കിൽ പ്ലേറ്റുകൾ അല്ലെങ്കിൽ സ്ട്രിപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഹ്യൂമിഡ് സൾഫറസ് അറ്റ്മോസ്ഫിയർ ആ ഒരു സൊല്യൂഷൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. 7 ദിവസം, ഒരു 1 വീക്കാണ് ആ ഒരു ടെസ്റ്റിങ്ങിന് ഡ്യൂറേഷൻ വരുന്നത്. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷവും ആ ഒരു കോട്ടിങ്ങിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. ദെൻ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ബർണിഷിംഗ് ടെസ്റ്റ് ആണ്. ബർണിഷിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു റോഡ് എടുത്തു, ആ റോഡിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഏരിയ, ഒരു മെറ്റാലിക് പാർട്ട് വെച്ച് നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്തു. അങ്ങനെ റബ്ബ് ചെയ്ത സമയത്തും അത് അവിടെ നിന്ന് ആ ചെറിയൊരു സ്ഥലങ്ങളിൽ മാത്രം ജസ്റ്റ് കോപ്പറിൻ്റെ ചെറിയൊരു രീതിയിൽ അവിടെ റിമൂവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേങ്കിൽ അവിടെ ഫ്ലേക്സ് പോലെയോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പോർഷൻസ് ഒന്നോ ഈ ഒരു കോപ്പർ കോട്ടിങ് ഇളകി വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് ടെസ്റ്റ് ആണ്. ബേക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഓവനിൽ 315 ഡിഗ്രി സെൽഷ്യസിൽ 3 മണിക്കൂറേക്ക് നമ്മൾ പ്ലേസ് ചെയ്യാണ്. ആ ഒരു ടെമ്പറേച്ചറിൽ 3 മണിക്കൂർ പ്ലേസ് ചെയ്ത സമയത്തും ഈ ഒരു റോഡിൻ്റെ കോട്ടിങ്ങിന് യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇത് ആസ് പെർ റെലവൻ്റ് ആയിട്ട് വരുന്ന IS സ്റ്റാൻഡേർഡ് പ്രകാരവും അതേപോലെ IEC സ്റ്റാൻഡേർഡ് പ്രകാരവും അതേപോലെ ചില UL പറയുന്ന ചില സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഈ ഒരു ടെസ്റ്റിങ്ങളൊക്കെ നമ്മൾ ഇൻറ്റേർണൽ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ക്വാളിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വാളിറ്റി ചെക്സ് ആണ് നമ്മളിവിടെ ഇൻഹൗസ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഒരു ചോദ്യം, നേരത്തെ ആരോ ഒരു ചോദ്യം. സാറേ, ഈ എക്സൽ എർത്തിങ്ങിന് നമ്മള് എർത്ത് പിറ്റ് ഡ്രില്ല് ചെയ്യാനായിട്ട് എന്തെങ്കിലും മിഷനറി എക്സൽ എർത്തിങ് ചെയ്യുന്നുണ്ടോ? കാരണം നമ്മുടെ ഇവിടുത്തെ അതറിയാം. അല്ല, അപ്പൊ അങ്ങനെ എന്തെങ്കിലും, കാരണം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ സോയിൽ കണ്ടീഷൻ പല സ്ഥലത്തും റോക്കി സ്ട്രക്ചർ ആണല്ലോ. അപ്പൊ അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും എക്യുപ്മെന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലയോ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയാം. ഇല്ല, ആക്ച്വലി ഞങ്ങൾ മുന്നേ ഓഗ്രിങ് ടൂൾ എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി ഓഗ്രിങ് ടൂൾ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞങ്ങളിപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യാൻ ഞങ്ങളുടെ തന്നെ ചെയ്യുന്ന കുറച്ച് ടീമുകളുണ്ട്.
അവരുടെ ഡീറ്റെയിൽസുകൾ ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം. താങ്ക് യു. ഓക്കെ, നമുക്ക് അവരുടെ ക്ലാസിന്റെ കമന്റ്സ് ഒന്ന് പറയാമോ? സഞ്ജിത് സാറിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ എക്സലർത്തിങ്ങിന്റെ വളരെയധികം പ്രോഡക്ട്സ് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാത്രമല്ല, അതിന്റെ ടെസ്റ്റിങ്ങും അത് എങ്ങനെ എത്ര സ്റ്റാൻഡേർഡിൽ അത് ചെയ്യുന്നു എന്നുള്ള ബോധ്യപ്പെടുത്താനും സാറ് ശ്രമിച്ചു. ഈ ക്ലാസ്സിന് സാറ് ചെയ്തിട്ടുള്ള എഫേർട്ട് ഓർത്ത് ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്ത ആരെങ്കിലും കമന്റ്? അവര് നമുക്ക് ഫ്രീ ആയിട്ടാണ് ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നത്. നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു കമന്റ്സ് ആണ്. അത് അവർക്ക് പിന്നെയും ക്ലാസ് എടുക്കാൻ നല്ലൊരു പ്രചോദനം ലഭിക്കുന്നതാണ്. ഓക്കെ, നമസ്കാരം സർ, എന്റെ പേര് റോഷൻ ജോർജ്, ഞാൻ കൊച്ചിൻ സോളാർ മാനേജിംഗ് ഡയറക്ടറാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു എക്സലർത്തിങ്ങിന്റെ. കാര്യം ഞാനൊരു സോളാർ ഫീൽഡിൽ ഒരു 10 വർഷമായി. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എക്സലർത്തിങ്ങിന്റെ പ്രൊഡക്റ്റ് ഞാൻ. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു മിസ്റ്റേക്സ് എനിക്ക് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ആയി. നമ്മൾ കേബിൾ, അലൂമിനിയം കേബിൾ ഡയറക്റ്റ് റോഡ്സിൽ കണക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള പറഞ്ഞായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആ ഇൻഫർമേഷൻ. കാര്യം നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ ഡയറക്റ്റ് എർത്ത് റോഡ്സിൽ കണക്ട് ചെയ്യണമായിരുന്നു അലൂമിനിയം കേബിൾ. അപ്പൊ അത് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഹലോ, രാഹുലാണ് റിമേൻ. ഹായ്, നല്ല ക്ലാസ് ആയിരുന്നു. പലർക്കും ഇതെന്താ ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പിറ്റ് കുഴിച്ച് ചുമ്മാ കുഴിക്കാതെ പോലും ചുറ്റിയൊക്കെ അടിച്ച് താത്തുന്ന ആൾക്കാരുണ്ട്. കാരണം നമുക്കറിയാലോ, ഓരോരുത്തർ റോഡ് മാത്രം വാങ്ങുന്ന ചുറ്റിയ വരെയും ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പൊ കോമ്പൗണ്ട് സെറ്റായിട്ട് വാങ്ങാറില്ല, കോമ്പൗണ്ട് വാങ്ങാറില്ല. പിന്നെ എർത്ത് ബെഞ്ചിന്റെ സെയിൽസ് വളരെ കുറവാണ്. ഞാൻ സെയിൽസ് കൂടാൻ വേണ്ടിയല്ല പറയണേ, ബട്ട് ഈ നമ്മുടെ ഇക്യു പൊട്ടൻഷ്യൽ ബോണ്ടിങ് ചെയ്യുന്നത് നമ്മൾ എർത്ത് ബെഞ്ചിലാണ് എന്ന് പറഞ്ഞാൽ എല്ലാ എർത്തുകളും കൊണ്ടുവന്ന് നമ്മൾ പാരൽ ചെയ്യുന്നത് എർത്ത് ബെഞ്ചിലാണ്. അപ്പൊ അത് ആരും വാങ്ങുന്ന കാണാറില്ല. അതിനകത്ത് അത് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ നമ്മള് കുറെയൊക്കെ സെയിൽസ് അതിനകത്ത് വരുന്നുണ്ട്, ബട്ട് എന്നാലും അധികം പേര് അത് ഉപയോഗിക്കുന്നില്ല. ബട്ട് പിന്നെ എനിക്ക് എക്സൽ എർത്തിങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നിയത്, ഇത്രയും നാളും നമ്മൾ ഒത്തിരി പ്രൊഡക്ട്സ് ഡീൽ ചെയ്യണം. അപ്പം അതിനകത്ത് വേറെ കമ്പനീസിന്റെ എർത്തിങ് മെറ്റീരിയൽസ് ഒക്കെ വരാറുണ്ട്. ബട്ട് എക്സൽ എർത്തിങ് ഒരു പ്രൊഫഷണൽ ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ടെക്നിക്കലായിട്ട് അറിയാം, യു നോ വാട്ട് യു ആർ ഡൂയിങ്. എന്താ അതിനകത്ത് നിങ്ങൾ ചെയ്യണത്, അതെങ്ങനെയാ ചെയ്യണ്ടേ, എന്തൊക്കെ സാധനങ്ങൾ അത് വേണ്ടേ എന്നുള്ളത് അറിയാം. ഞാനിപ്പം 4 വർഷമായി എക്സൽ എർത്തിങ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. അപ്പൊ അന്ന് തൊട്ടും ഇന്നോവേറ്റീവ്, ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യും. അതിന്റെ ഇപ്പം ഓരോ ആൾക്കാർക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന പല സാധനങ്ങളും പിന്നീട് ആഡ് ചെയ്ത് അതൊരു കംപ്ലീറ്റ് സിസ്റ്റം ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊരു നല്ലൊരു നല്ലൊരു കാര്യമാണ്. ഇന്നോവേഷൻ എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യം. പുതിയത് കൊണ്ടുവരണം, നമ്മൾ ഡെവലപ്പ് ചെയ്യണം, പ്രൊഡക്ട്സ് ഇംപ്രൂവ് ചെയ്യണം. ആൻഡ് ഇത്രയും നാളിൽ നമുക്കൊരു ക്വാളിറ്റി ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. ഒരാൾ കൊണ്ടുപോയിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. It's a good thing as well as Excel thing is concerned. Kudos. Thank you. Thank you. Thank you. Any comments? എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഇൻവെർട്ടറിന്റെ കാര്യം. അത് ഇൻവെർട്ടറില് പോസിറ്റീവും നെഗറ്റീവും ഗ്രൗണ്ടഡ് അല്ല. ഇൻഫാക്ട് പോസിറ്റീവും നെഗറ്റീവും ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാ ഇൻവെർട്ടറും ഓൺ ആക്കാൻ നേരത്ത് പോസിറ്റീവ് ടു ഗ്രൗണ്ടും നെഗറ്റീവ് ടു ഗ്രൗണ്ടും അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെക്ക് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 മെഗാ ഓമിന് മുകളിലാണെങ്കിൽ മാത്രമേ ഇൻവെർട്ടർ ഓൺ ആവുള്ളൂ. ഓക്കെ, അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പാനലിൽ നിന്ന് വരുന്ന വയർ എവിടെയെങ്കിലും ബോഡി ആയിട്ട് എർത്തിയോ അല്ലെങ്കിൽ വയർ ടയർ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കണക്ടർ ലീക്ക് ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആർക്കിംഗ് ഉണ്ടായിട്ട് നമുക്ക് വേറെ പ്രൊട്ടക്ഷൻ ഡിവൈസ് ഇല്ല താഴേക്ക്.
പാനലിനും ഇൻവെർട്ടറിനും ഇടയ്ക്ക് അല്ലെങ്കിൽ DBക്കും ഇടയ്ക്ക് വേറെ പ്രൊട്ടക്ഷൻ ഡിവൈസ് ഇല്ല. ഒരു പ്രാവശ്യം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മെഷീൻ ഓൺ ആവുന്നതിന് മുമ്പ് തന്നെ ഈ ലീക്കേജ് ഉണ്ടോന്ന് മെഷീൻ ടെസ്റ്റ് ചെയ്തതിന് മാത്രമേ മെഷീൻ ഓൺ ആക്കാറുള്ളൂ. അത് ഞാൻ യൂറോപ്യൻ പ്രൊഡക്ട്സിലാണ് കണ്ടേക്കുന്നത്. എനിക്ക് ചൈനീസിൽ എനിക്ക് അറിയില്ല, ഇനി അവരുണ്ടെങ്കിൽ ഞാൻ പറയണ തെറ്റായിരിക്കും. ചൈനീസിൽ ഇല്ല, യൂറോപ്പിലുണ്ട്, അങ്ങനെ പറയണതിൽ കാര്യമില്ല. ബട്ട് ദിസ് ഈസ് എ നോർമൽ പ്രൊസീജിയർ ഫോളോഡ് ഇൻ എവറി ഇൻവെർട്ടർ. എല്ലാ ഇൻവെർട്ടറിലും ഞാൻ കണ്ടേക്കുന്ന ഒരു രീതിയാണ്. ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തതിന് മാത്രം ഇൻവെർട്ടർ കണക്ട് ചെയ്യുള്ളൂ. അപ്പം ഈ ഇൻസുലേഷൻ ഫെയിലിയർ കാരണം ഒരു റീസൺ ആവാം നമ്മുടെ ലാമിനേഷൻ, പാനലിന്റെ ലാമിനേഷൻ എവിടെയെങ്കിലും ടയർ ആയിട്ടുണ്ടെങ്കിൽ അതും ബോഡിയും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാനലിന്റെ ഇവിടെ ഇതേപോലെ ലാമിനേഷൻ അല്ലെങ്കിൽ EVA ഷീറ്റ്, ആ വെള്ള ഷീറ്റിന്റെ അടിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോറി അത് വെള്ളം നനയുണ്ടെങ്കിൽ അങ്ങനെ ലീക്കേജ് വരാം. ജംഗ്ഷൻ ബോക്സിന്റെ ഫോൾട്ട് കാരണം ലീക്കേജ് വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ലീക്കേജ് വരാം. അവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഷീറ്റിന്റെ മുകളിലൊക്കെ വെച്ചേക്കുന്ന പാനലുകൾ ഷീറ്റുമായിട്ട് എർത്ത് ചെയ്തിട്ട് അവിടെ ആർക്കിങ് വരെ സംഭവിച്ച് മൊത്തം പാനലിന് തീ പിടിക്കാൻ സാധ്യതയുണ്ട് പാനലിലും. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് ഈ എർത്തിങ് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണത്. ഇപ്പൊ SPD പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ MOV പോയിട്ടുണ്ടെങ്കിലും ഈ എർത്തിങ് റെസിസ്റ്റൻസ് കുറവ് കാണിച്ചിട്ട് മെഷീൻ ഓൺ ആവാതിരിക്കും. അപ്പം അതൊരു സേഫ്റ്റി ഫീച്ചർ ആണ്, ഉറപ്പായിട്ടും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു ക്വയറി ഉണ്ടായിരുന്നു, എർത്തിങ് കാരണം നമ്മുടെ മെഷീൻ ഡിവൈസസ് ചീത്തയാവുന്നു. സേഫ്, അത് തെറ്റാണ്. എർത്തിങ് കാരണം ഒരിക്കലും ഡിവൈസ് ചീത്തയാവില്ല. ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കമ്പനീസ് തന്നെ MOVs ഉണ്ട് അതിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സർജോ അങ്ങനെയുള്ള എർത്തിങ്ങോ വരുമ്പോൾ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അതിനെ എർത്ത് ചെയ്ത് കളയുക. അപ്പം എല്ലാം DC എക്യുപ്മെന്റ്സിന്റെ ഉള്ളിലും MOVs ഉണ്ട്. ഫ്രണ്ട് എൻഡിലും ഔട്ട്പുട്ട് എൻഡിലും ഇൻകമേഴ്സിലും MOVs ഉണ്ട്. അത് മെഷീനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. പറയാൻ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് മെഷീന്റെ ഉള്ളിൽ കയറി മെഷീനെ ചീത്തയാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡിവൈസുകളെല്ലാം. അപ്പൊ അത് നമ്മൾ മെഷീൻ എന്തായാലും എർത്ത് ചെയ്താലേ ഈ ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഡിവൈസിന്റെ എക്സിറ്റിംഗ് എന്ന് പറയാൻ നമുക്ക് ഹൈ വോൾട്ടേജ് വന്നിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്ത് കളയുന്നത് എർത്ത് വഴിയാണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യണത്. അപ്പൊ അത് നമ്മൾ എർത്ത് കട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഡിവൈസിനെ സേവ് ചെയ്യല്ല, ഡിവൈസ് കൂടുതലും ചീത്തയാവാനാണ് സാധ്യത. താങ്ക് യു. ഇനി എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഒരു വേദി രണ്ടുപേരും കൂടെ കട്ടാക്കി. ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. പ്രകാശ് അല്ലേ? ഓക്കെ. എർത്തിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ സാറിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Excellent earthing. It was excellent. Thank you. ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോ തുടങ്ങി ഒരല്പം കഴിഞ്ഞപ്പോ എനിക്ക് വന്നൊരു മെസ്സേജാണ്. അത് പറഞ്ഞേക്കുന്നത് അസാധ്യ ക്ലാസ് എന്നാണ് പറഞ്ഞാണ് അവിടെ കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത്. അതെനിക്ക് പേഴ്സണലായിട്ട് വന്നതാണ്. അപ്പോ അവർക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയധികം പ്രചോദനം കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ തന്നെ അതിനുള്ള ആൻസർ അതിന്റെ പ്രസന്റേഷൻ പ്രൊവൈഡ് ചെയ്തു. അത് വളരെ അപൂർവമാണ്. ഒരു എക്സ്പീരിയൻസ് ഹാൻഡിൽ നിന്ന് മാത്രമേ അങ്ങനെ ഒരു പ്രസന്റേഷൻ കിട്ടുള്ളൂ. അത് സഞ്ജിത്തിന്റെ ഒരു വളരെ നല്ലൊരു കാര്യമാണ്. അതിനെ അഭിനന്ദിക്കുന്നു. പിന്നെ ഇത്രയും ഒരു യങ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നല്ലൊരു എഫക്റ്റീവ് ആയിരുന്നു. തീർച്ചയായും അതും ഞങ്ങൾ വളരെയധികം വിലമതിക്കുന്നു. അപ്പോ മിസ്റ്റർ സഞ്ജിത്ത് ആൻഡ് ജിയോ, ഞങ്ങൾ വളരെയധികം ക്ലാസ്സൊക്കെ എൻജോയ് ചെയ്തു. നിങ്ങളുടെ കമന്റ്സ് ഇവിടെ ഒന്ന് അറിഞ്ഞേക്കൊള്ളാം. ജിയോ, സഞ്ജിത്ത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പം അതിന് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഞങ്ങൾ ആദ്യമായി സോളാർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു നന്ദി അറിയിക്കുകയാണ്. ഇത് എർത്തിങ് ആൻഡ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ്, ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെ കമ്പയർ ചെയ്ത സമയത്ത്
വളരെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ്. പക്ഷേങ്കിൽ അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എർത്തിങ്ങും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും എത്രമാത്രം വാസ്റ്റ് ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാണിച്ചു, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രസന്റേഷനൊക്കെ ഇത്രയും സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡുകൾ ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ വളരെ ഡീപ്പായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇലക്ട്രിക്കൽ എർത്തിങ്ങും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഈ ഒരു 1 hour എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിനുള്ളിൽ എടുത്ത് തീർക്കുക എന്ന് പറയുന്നത് വളരെ സാഹസികമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്ത ഒരു ഡിസൈൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിലോട്ടേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. മെയിൻലി അതിൻ്റെ ക്രൈറ്റീരിയാസ് എങ്ങനെയാണ്, യൂഷ്വൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്, അതിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു ഏരിയാസിലോട്ടേക്കാണ് ഞങ്ങൾ മെയിൻലി ഈ ഒരു ക്ലാസ് സെക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ എന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻസ് എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെക്ഷൻസ് ഇനി വരികയാണെങ്കിൽ സാർ തീർച്ചയായും അറിയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. തീർച്ചയായും ഞങ്ങൾ വിളിക്കും. ജിയോ സൗണ്ട് ഇച്ചിരി ഒന്നെടുത്ത. ഓക്കെ, കേൾക്കാണ്ടോ? ഓക്കെ, ഇങ്ങനത്തെ ഒരു അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് ടെക്നിക്കലായിട്ടും ടെക്നിക്കലായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അതൊരു ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് നമ്മുടെ ഇപ്പോൾ ഇതില്. അപ്പോൾ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയുള്ള സന്തോഷം. ഇനി ഇതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കാം. തീർച്ചയായും വിളിക്കും. താങ്ക്സ്, നിങ്ങൾ രണ്ടുപേർക്കും താങ്ക്സ്. പിന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് കുറച്ച് പേര് പറഞ്ഞ ഒരു ടൈം ഒരു 4 മണിയാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് പ്രായമുള്ളവരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് 4 മണിക്കാക്കിയാലോ? നിങ്ങളുടെ കമന്റ്സ് എന്താണ്? 4 മണിക്കാക്കിയാൽ പിന്നെ ക്ലാസ് തീരാനായിട്ട് കൂടുതൽ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മറ്റുള്ളവരുടെയും കൂടെ അഭിപ്രായം പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ? കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു. 4 മണി വലിയ കുഴപ്പമില്ല, 3:30 ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് കൂടുതൽ ആൾക്കാർക്ക് 4 മണി ആവശ്യമുണ്ടെങ്കിൽ 4 മണിയാക്കാം. അതെ, നമുക്ക് ക്ലാസ്സിൽ കയറുന്നത് നമ്മള് 10 പേരോളം 4 മണിയാകുമ്പോഴാണ് കയറി വരുന്നത്. അതുകൊണ്ട് അതും ഒരു വിഷയം വരുന്നുണ്ട്. അവർക്കൊരു 15 മിനിറ്റ് 20 മിനിറ്റത്തെ ഇത് നഷ്ടപ്പെടുന്നുണ്ട് പലർക്കും. ഇനി അത് അവരുടെ അസൗകര്യത്തിന്റെ ആണോ എന്നറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ നോക്കാം. എന്നിട്ട് അത് കുഴപ്പമില്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാം 4 മണി. ഓക്കെ, അതെ സാർ, അതെ 4 മണി തന്നെ നോക്കാം അല്ലേ? അല്ലേ, 4 നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ശരി, എല്ലാവരും നല്ലോണൊക്കെ നല്ല ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. ഒരു നല്ലൊരു ഇന്ററാക്റ്റീവ് ആയിരുന്നു. കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഒത്തിരി കമന്റ്സുകളൊക്കെ പറഞ്ഞു. എല്ലാത്തിനും നന്ദി. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. പ്രത്യേകിച്ചും ജിയോയ്ക്കും അതുപോലെ തന്നെ സജിത് സാറിനും പ്രത്യേകം നന്ദി. നല്ലൊരു സെഷനായിരുന്നു. ഞങ്ങൾ നന്ദി. രാഹുൽ അതേപോലെ നന്ദി. ബെന്നി സാർ ഉണ്ടായിരുന്നു. ബെന്നി സാർ ഇന്നൊന്നും അധികം സംസാരിച്ച് കേട്ടില്ല. ഇതിലെല്ലാവരും ചർച്ചയിലായതുകൊണ്ടായിരിക്കും. അരുൺ ഉണ്ടായിരുന്നു. അവർക്കും നന്ദി. ഓക്കെ, നമുക്ക് അടുത്ത. താങ്ക് യു. താങ്ക് യു. താങ്ക് യു കണ്ണൻ സാർ. താങ്ക് യു കണ്ണൻ.